ശ്രീനാരായണ പരമഗുരവേ നമഃ. വർക്കലേശ്വരി ശാരദേ പാഹിമ. കരുവിന് കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തെരുതെര വീണ് വണങ്ങി ഓതിടുന്നു ഭഗവാനെ. ഓതറ 350 നമ്പർ ശാഖയുടെ പ്രതിമാസ സത്സംഗ ക്ലാസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള ഏറെ പ്രിയപ്പെട്ട എൻ്റെ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇതിലേക്ക് എന്നെ ക്ഷണിച്ച ശാഖയുടെ ആദരണീയനായ പ്രസിഡൻറ്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡൻറ്റ്, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, യൂത്ത് മൂവ്മെൻറ്റിൻ്റെയും വനിതാ സംഘത്തിൻ്റെയും പാഠശാലയുടെയും ഒക്കെ ഭാരവാഹികൾ, മറ്റ് കുടുംബ യൂണിറ്റിൻ്റെയും മൈക്രോ യൂണിറ്റിൻ്റെയും ഒക്കെ ഭാരവാഹികൾ, എല്ലാവർക്കും വളരെ മനോഹരമായ ഈ ഞായറാഴ്ചത്തെ സുപ്രഭാതത്തിൽ സന്തോഷോഷ്മളമായിട്ടുള്ള എൻ്റെ ഹൃദയ നമസ്കാരം ആദ്യമേ അറിയിക്കുകയാണ്. നമ്മളെല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഈ ആഴ്ച കടന്നുപോയത്. സന്തോഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഏതൊരു ശ്രീനാരായണ ഗുരുദേവ ഭക്തനും അവരുടെ ആത്മാഭിമാനത്തെ അല്ലെങ്കിൽ അവരുടെ ആത്മഹർഷത്തെ, ശ്രീനാരായണ ഗുരുദേവ ഭക്തിയെ അത്യുംഗ ശൃംഗങ്ങളിലെത്തിക്കുന്ന വാർത്തകളായിരുന്നു സോഷ്യൽ മീഡിയയിലും പത്രത്തിലുമൊക്കെ ഉണ്ടായിരുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുകയാണ്. രാജ്യത്തിൻ്റെ പരമോന്നത പീഠം അലങ്കരിക്കുന്ന സർവശ്രേഷ്ഠനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഗുരുവിൻ്റെയും ഗാന്ധിയുടെയും സമാഗമത്തിൻ്റെ 100ാമത് ശതാബ്ദി ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഡൽഹി വിജ്ഞാൻ ഭവനിൽ വെച്ച് നമ്മുടെ ശിവഗിരി മഠത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ആ പരിപാടിയിൽ ഗുരുവിൻ്റെ ആ ചിത്രത്തിനു മുമ്പിൽ ദീപം പ്രോജ്വലിപ്പിച്ച് പുഷ്പാഞ്ജലി അർപ്പിച്ചതിന് ശേഷം വണങ്ങി നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്, അല്ലേ? നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കാണും. കക്ഷി രാഷ്ട്രീയ ഭേദങ്ങൾക്കൊക്കെ അപ്പുറം ഏതൊരു ഗുരുദേവ ഭക്തനും അങ്ങേയറ്റത്തെ ഹൃദയ ഊഷ്മളത നൽകുന്ന സുവിശേഷമായ ഒരു മുഹൂർത്തമാണ്. നമ്മുടെ മനസ്സിൽ ഗുരുവിൻ്റെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ ചിരകാല പ്രതിഷ്ഠ നേടുന്ന ഒരു ചിത്രമാണ്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ രാഷ്ട്രപതി മുൻപ് സൂചിപ്പിച്ചു, ഭാരതത്തിൻ്റെ രാഷ്ട്രപതി മുൻപ് സൂചിപ്പിച്ചു, ഗുരുവിൻ്റെ ദർശനമാണ് നമുക്കിനി ആവശ്യം. ഇതാ പ്രധാനമന്ത്രി, രാജ്യത്തിൻ്റെ പരമോന്നത പീഠത്തിലേക്കുള്ള പ്രധാനമന്ത്രിമാർ, മറ്റ് സവിശേഷ വ്യക്തിത്വങ്ങളൊക്കെ അതേ സൂചനകളൊക്കെ നൽകി ആ ആത്മഹർഷത്തിൽ നിൽക്കുന്ന ആ ഒരു കാലയളവിലാണ് ഇന്നത്തെ പത്രത്തിലും ഒരു വാർത്തയുണ്ട്. ഇന്നത്തെ പത്രത്തിലെ ഫ്രണ്ട് പേജിൽ വന്നേക്കുന്ന ഒരു വാർത്ത, ഇപ്പോൾ ബഹിരാകാശത്തേക്കൊരു ഭാരതീയൻ പോയിട്ടുണ്ട്. പേരെങ്ങനെയാണ്? ശുഭാംശു ശുക്ല, അല്ലേ? തെറ്റില്ലല്ലോ. നമ്മൾ ഹിന്ദി പേരൊക്കെ ആകുമ്പം പറഞ്ഞു വരുമ്പം ചിലപ്പം പ്രശ്നമുണ്ടാകും. ശുഭാംശു ശുക്ലയോട് നരേന്ദ്രമോദിജി അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ചോദിച്ചു, എങ്ങനെയുണ്ട് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ രാജ്യത്തെ അല്ലെ നമ്മുടെ പ്രദേശത്തെ കാണുമ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ഇതേ ചോദ്യം 1984 ആദ്യമായി ബഹിരാകാശത്ത് പോയ ഭാരതീയൻ അല്ലെങ്കിൽ ചന്ദ്രനിൽ പോയ ഭാരതീയൻ, അദ്ദേഹത്തിൻ്റെ പേരെന്താ? അതും പത്രങ്ങളിലൊക്കെ നമുക്കറിയാം, രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മയോട് അന്നത്തെ പ്രധാനമന്ത്രി ചോദിക്കുകയുണ്ടായി, എങ്ങനെയുണ്ട് ബഹിരാകാശത്ത് നിന്നും നോക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രം എങ്ങനെയുണ്ട്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, സാരേ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്നായിരുന്നു അന്ന് രാകേഷ് ശർമ്മ പറഞ്ഞ മറുപടി. ഇന്ന് ഏകദേശം 84, 6, 90, 90, 10, 2000, 2025, 2025, 25, 10, 35, 6, 41 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ഭാരതീയൻ
ബഹിരാകാശത്തേക്ക് പോയപ്പോൾ ബഹിരാകാശത്ത് നിന്നിരിക്കുന്ന ആ ഭാരതീയനോട് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ബഹിരാകാശത്ത് നിന്നുമുള്ള നമ്മുടെ കാഴ്ച? അപ്പോൾ ആ ഭാരതീയൻ ശുഭാംശു ശുക്ല എന്ന് പറയുന്ന ആ അഭിമാനമായിട്ടുള്ള ഭാരതപുത്രൻ ഇന്ന് മറുപടി നൽകിയത്, രാജ്യങ്ങൾക്ക് അതിർത്തിയില്ലാതെ ലോകം ഒന്നായി കാണുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. ശ്രദ്ധിക്കുക, രാജ്യങ്ങൾക്ക് അതിർവരമ്പുകളില്ലാതെ അതിർത്തിയില്ലാതെ ലോകം ഒന്നായി കാണുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. പരബ്രഹ്മസ്വരൂപനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ 1912 ശിവഗിരിയിൽ ശാരദാമഠത്തിൽ ഒരു വിവാഹ ഒക്കെ നടക്കുന്ന ഒരു സന്ദർഭത്തിൽ ഭഗവാന്റെ ഒരു അരുളുണ്ടായിരുന്നു. പറവൂരുകാരൻ ഒരു കരുണാകരനും ജർമ്മൻകാരി മാർഗരേറ്റും തമ്മിൽ വിവാഹം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അന്ന് ഭഗവാൻ അരുളി ചെയ്ത ഒരു അരുള് ഇപ്രകാരമായിരുന്നു: പാശ്ചാത്യമെന്നോ പൗരസ്ത്യമെന്നോ ഭേദവ്യത്യാസമില്ലാതെ ലോകം ഒന്നായിത്തീരുന്ന ഒരു കാലം വരും. ആലോചിച്ച് നോക്കുക, നമ്മൾ ഭഗവാൻ 1912 നടത്തിയ ആ അരുളിതാ ഭാരതത്തിൻ്റെ അഭിമാനപുത്രനായിട്ടുള്ള ഇന്നത്തെ ശുഭാംശു ശുക്ല ബഹിരാകാശത്ത് നിന്ന് ഭാരതം എങ്ങനെയുണ്ട്, നമ്മുടെ രാജ്യം എങ്ങനെയുണ്ട് എന്നുള്ള പ്രധാനമന്ത്രിയുടെ ചോദ്യത്തിന് മറുപടിയായി പറയുന്നത്, രാജ്യങ്ങൾക്ക് അതിർത്തികളില്ലാതെ ഞാനിതാ ലോകം ഒന്നായി കാണുന്നു, ഏക ലോകം. ആരാണ് ആദ്യം വിഭാവനം ചെയ്തത്? എത്ര സവിശേഷമായ ഒരു ആഴ്ചയുടെ അവസാനം അല്ലെങ്കിൽ മറ്റൊരു ആഴ്ചയുടെ തുടക്കം. ഞായറാഴ്ച അവസാനമെന്നോ ഞായറാഴ്ച തുടക്കമെന്നോ പറയുന്നവരുണ്ട്. എന്തായാലും ഈ ഞായറാഴ്ച, ഇന്നത്തെ ഈ ഞായറാഴ്ചയിൽ എത്ര അഭിമാനത്തോടുകൂടിയാണ് നമ്മൾ ശ്രീനാരായണ ഗുരുദേവ ഭക്തരായിട്ടുള്ള ഓരോരുത്തരും ഇരിക്കുന്നത് എന്ന് ഒന്ന് നമ്മൾ തിരിച്ചറിയണം എന്നുള്ള ആ തിരിച്ചറിവിലേക്കാണ് ഞാൻ ഈ കാര്യമൊന്ന് സൂചിപ്പിച്ചത്. തട്ടിൻപുറത്തിരിക്കുന്ന എലി ഒരിക്കലൊരു കാഴ്ച കാണുകയുണ്ടായി. തട്ടിൻപുറത്തിരിക്കുന്ന എലി ഒരിക്കൽ കണ്ട കാഴ്ച, താഴെ വീട്ടുകാരൻ തൻ്റെ വീടിൻ്റെ അടുക്കള ഭാഗത്തൊരു എലിക്കെണി ഒരുക്കുകയാണ്. ഒരു കെണി ഒരുക്കുന്നത് തട്ടിൻപുറത്തിരുന്ന് എലി കാണുകയാണ്. എലി കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മുന്നോട്ട് വീട്ടുകാരൻ എലിക്കണിയൊക്കെ ഒരുക്കി പോയി കഴിഞ്ഞപ്പോൾ മുന്നോട്ടിറങ്ങിയിട്ട് താഴോട്ടിറങ്ങി വന്നപ്പോൾ എലി കാണുന്നത് ഒരു പാമ്പിനെയാണ്. പാമ്പിനോട് പറഞ്ഞു, പാമ്പേ നീ സൂക്ഷിക്കണം, ഇതാ വീട്ടുകാരൻ ഒരു കെണി വെച്ചിരിക്കുന്നു, നീ വളരെയധികം സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. പാമ്പ് വളരെ പരിഹാസപൂർവം എലിയോട് മറുപടിയായി പറയുകയാണ്, അത് നീ സൂക്ഷിച്ചാൽ മതി, വീട്ടുകാരൻ വെച്ചിരിക്കുന്ന കെണി എലിക്കണിയാണ്, നിന്നെ പിടിക്കുവാൻ വേണ്ടിയുള്ളതാണ് എന്ന്. എലിക്ക് വളരെ വിഷമം തോന്നി. എലി പിന്നെയും കുറച്ചു നേരം മുന്നോട്ട് നടക്കുകയാണ്. മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ എലി പിന്നീട് കാണുന്നത് ഒരു ആടിനെയാണ്. ആ ആട്ടിൻകുട്ടിയോട് എലി വീണ്ടും പറയുകയാണ്, പ്രിയപ്പെട്ട ആട്ടിൻകുട്ടി, നീ വളരെയധികം സൂക്ഷിക്കണം, നമ്മളെയൊക്കെ പിടിക്കുന്നതിന് വേണ്ടി വീട്ടുകാരൻ ഒരു കെണി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ആടും പാമ്പിനെ പോലെ തന്നെ എലിയെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, അത് നീ അങ്ങ് സൂക്ഷിച്ചാൽ മതി, ഞങ്ങളെ പിടിക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്തില്ല, ഈ ചെറിയ എലിക്കണിക്കകത്ത് എങ്ങനെയാണ് ഞങ്ങളുണ്ടാവുക, അകപ്പെടുക എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച് നീ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. എലിക്ക് വളരെ വിഷമമായി. എലി വീണ്ടും കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോൾ പിന്നീട് കാണുന്നത് ഒരു പോത്തിനെയാണ്. ആ പോത്തിനോട് എലി ഇതേ കാര്യം ആവർത്തിച്ചു, പ്രിയപ്പെട്ട പോത്തച്ച, വളരെയധികം നീ സൂക്ഷിക്കണം, നിനക്ക് ദോഷമുണ്ടാകുന്ന ഒരു കാര്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഗൃഹനാഥൻ, നമ്മുടെ വീട്ടുകാരൻ ഇതാ നമ്മളെയൊക്കെ കൊടുക്കുന്നതിന് വേണ്ടി ഒരു കെണി വെച്ചിരിക്കുന്നുണ്ട്. പോത്തും വളരെ പരിഹാസരൂപേണ എലിയെ പരിഹസിച്ചു. ഇത്രയും ചെറിയ എലിപ്പെട്ടിക്കകത്ത് ഇത്രയും വലിയ ഞാനെങ്ങനെയാണ് അകപ്പെടുക, നീ അതങ്ങ് സൂക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ വിഷമത്തോടു കൂടി തന്നെ എലി കടന്നു വന്ന് തട്ടിൻപുറത്ത് തന്നെ ഇരിക്കുകയാണ്. തട്ടിൻപുറത്തിരിക്കുമ്പോൾ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എലിക്കണി വീഴുന്ന, എലിപ്പെട്ടി അടയുന്ന സൗണ്ട് കേട്ടു. എലി എഴുന്നേറ്റ് രാത്രിയിൽ പതുക്കെ ആ ഇരുളിൽ നിന്നും പുക മാറ്റി അല്ലെങ്കിൽ മറ നീക്കി നോക്കുമ്പോൾ
ആ വീട്ടുകാരൻ ഓടി വരുന്നുണ്ട്. എലിക്കണിക്കകത്തേക്ക് ആവേശത്തോടു കൂടി എലി വീണു എന്നുള്ള കണക്ക് കൂട്ടലിൽ വീട്ടുകാരൻ ഗൃഹനാഥൻ ഓടി വരുന്നുണ്ട്. പക്ഷേ ആ എലിക്കണിക്കകത്ത് അകപ്പെട്ടത് പാമ്പായിരുന്നു. വീട്ടുകാരൻ കൈനീട്ടി എലിക്കണി തുറക്കാനായിട്ട് എലിയെ പിടിക്കുന്ന ആവേശത്തോടു കൂടി കൈനീട്ടിയപ്പോൾ പാമ്പ് ആഞ്ഞ് വീട്ടുകാരനിട്ട് കൊത്തി. വീട്ടുകാരന് സർപ്പദംശനമേറ്റു. സർപ്പദംശനമേറ്റ വീട്ടുകാരൻ സ്വാഭാവികമായിട്ടും പാമ്പ് കടി ഏൽക്കുമ്പോൾ നമുക്കൊക്കെ ആളുകൾക്ക് സംഭവിക്കാറുള്ളത് പോലെ തന്നെ മോഹലസ്യപ്പെട്ട് വീണു. വീട്ടിൽ ഒച്ചയും ബഹളവുമായി, വെട്ടങ്ങളെല്ലാം കത്തിച്ചു, ലൈറ്റൊക്കെ ഇട്ടു. പെട്ടെന്ന് വീട്ടുകാരനെയും കൊണ്ട് വൈദ്യൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഡോക്ടറുടെ അടുത്ത്, അല്ലെങ്കിൽ വിഷകാരിയുടെ അടുത്തേക്ക് പോവുകയാണ്. വിഷകാരിയുടെ അടുത്തേക്ക് ചെന്നു. വീട്ടുകാരനെ രക്ഷപ്പെടുത്തണമെങ്കിൽ മറ്റ് ചികിത്സാ രീതികളൊക്കെ ഉപദേശിച്ചതിന് ശേഷം രക്ഷപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ, ആട്ടിൻ സൂപ്പ് കൊടുത്താൽ വീട്ടുകാരന് രക്ഷപ്പെടാനായിട്ട് ഒരു സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടുകാർ തിരികെ വന്നു. തിരികെ വന്നപ്പോൾ വീട്ടിൽ ആട്ടിൻകൂട്ടിൽ നമ്മുടെ ആടൊന്നിപ്പുണ്ട്. ആ ആടിനെ വീട്ടുകാർ തട്ടി സൂപ്പുണ്ടാക്കി വീട്ടുകാരന് കൊടുത്തു. പക്ഷേ ആട്ടിൻ സൂപ്പ് കൊണ്ടും വീട്ടുകാരന് രക്ഷ പ്രാപിക്കുവാൻ സാധിച്ചില്ല. ആട്ടിൻ സൂപ്പ് കൊണ്ട് രക്ഷ പ്രാപിക്കാൻ സാധിക്കാതെ വീട്ടുകാരൻ പിന്നീട് മരണപ്പെടുകയാണ്. മരണപ്പെട്ടു. വീട്ടുകാരൻ്റെ ഗൃഹനാഥൻ്റെ ശവസംസ്കാര ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞു. ശവസംസ്കാര ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ് 16 അടിയന്തരവും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ വീട്ടുകാർ കടക്കുകയാണ്. അടിയന്തര ചടങ്ങുകളൊക്കെ കടക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ വീട്ടുകാർ മക്കളെല്ലാവരും കൂടി ചേർന്ന് വലിയ കെങ്കേമമായിട്ടുള്ള ഒരു ഭക്ഷണം ആളുകൾക്കെല്ലാം കൊടുക്കണമെന്ന് വിചാരിച്ചു. ആ വിചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മറ്റൊരു കാര്യം കൂടി ചെയ്തു. വീട്ടിൽ നിന്ന പോത്തിനെ തട്ടി. വീട്ടിൽ നിന്ന് പോത്തിനെ തട്ടി ആ കെങ്കേമമായ ഭക്ഷണ ക്രമീകരണങ്ങൾ എല്ലാം അവിടെ വിതരണം ചെയ്തു. ഇതെല്ലാം കണ്ടുകൊണ്ട് തട്ടിൻ പുറത്ത് ആരുണ്ടായിരുന്നു? നമ്മുടെ പ്രഭാഷണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഇതാണ് നമ്മുടെ അവസ്ഥ. നമുക്ക് സൂചനകൾ നൽകും. ശാഖകളാകട്ടെ, ശ്രീനാരായണ പ്രസ്ഥാനങ്ങളാകട്ടെ, നമുക്ക് സൂചനകൾ നൽകും. ഈ സൂചനകൾ പലപ്പോഴും നമ്മൾ പരിഗണിക്കാറില്ല, മൈൻഡ് ചെയ്യാറില്ല. സംഘടനാപരമായ സൂചനകൾ ശാഖകളിൽ നിന്ന് നൽകുമ്പോൾ, ശാഖാ ഭാരവാഹികൾ കുടുംബ യൂണിറ്റിൽ നിന്നും സൂചനകൾ കിട്ടുമ്പോൾ, രവിവാര പാഠശാലയിൽ കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ സൂചനകളായിട്ട് കൊടുക്കുമ്പോൾ അത് എത്രത്തോളം നമ്മൾ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ട്രെൻഡായിട്ടുള്ള ഒരു പാട്ടുണ്ട്. നമ്മുടെയൊക്കെ യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്കൊക്കെ എടുത്തു കഴിയുമ്പോൾ പുതിയ പിള്ളേരൊക്കെ നോക്കുമ്പോൾ മിന്നൽ വള കയ്യിലിട്ട എന്താണ് പറ, മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകെ കേട്ടിട്ടില്ലേ? ഫേസ്ബുക്കിലൊക്കെ ഇല്ലേ? എല്ലാവരും കേട്ടിട്ടുള്ളതാ. ഈ പാട്ട് എഴുതി ആരാന്നറിയോ? ഈ പാട്ട് എങ്ങനെയാണ് ഈ പാട്ട് വന്നെന്നറിയോ? ഇത് ആരാണ് ഈ മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകെന്നറിയാവോ? 2025 ഇറങ്ങുന്ന പാട്ടാണ്. പക്ഷെ നമ്മൾ ഇതിൻ്റെ പരിശോധന അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കാര്യം കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നതാണ്. ഇതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല ഈ പാട്ട് എഴുതിയത് ആരാണ്. ഏതെങ്കിലും ആധുനിക നവീനമായിട്ടുള്ള പുത്തൻ കവിയായിരിക്കും, ഗാനരചയിതാവായിരിക്കും. കാരണം ട്യൂൺ ഇട്ടതിന് ശേഷമാണ് ഇന്ന് പാട്ട് എഴുതുന്നത്. പണ്ടത്തെ പാട്ട് എഴുതിയതിന് വരികൾ എഴുതിയതിന് ശേഷമാണ് അതിന് സംഗീതം കൊടുക്കുന്നത്. പക്ഷേ ഇന്ന് സംഗീതം ഇട്ടതിന് ശേഷമാണ് പാട്ടെഴുതാനായിട്ട് ഗാനരചയിതാവിനെ വിളിക്കുന്നത്. ഈ പാട്ട് എഴുതിയത് അതിസുന്ദരമായ പാട്ടാണ്. പാട്ട് പാടാൻ നമുക്കറിയത്തില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ എടുത്ത് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ പാട്ട് മനോഹരമായിട്ടുള്ള ഈ പാട്ടും അതിൻ്റെ ഇന്നിപ്പോൾ ഒരു എന്താണ് സേവ് ദ ഡേറ്റ് ആയിക്കൊള്ളട്ടെ, ബർത്ത്ഡേ ആയിക്കൊള്ളട്ടെ, എന്ത് ഫംഗ്ഷനും ആയിക്കോട്ടെ, മരിപ്പൊഴിച്ചെല്ലാ പരിപാടിക്കകത്തും ഈ മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് വരുന്നത്. ആ രീതിയിലാണ് പോകുന്നത്. പക്ഷേ ഈ പാട്ട് എഴുതിയത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ്. നമുക്ക് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ? നമ്മൾ ഏർക്കും AR റഹ്മാനായിരിക്കും ഇത് എഴുതിയത്, അല്ലെങ്കിൽ മറ്റൊരു ഇതുപോലെയുള്ള പുതിയ ആളുകൾ ആരെങ്കിലും ആയിരിക്കും. ആരാണ് ഈ മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴക്? അത് കൈതപ്പുറം പറയുന്നതാണ് അതിന് മറുപടിയായിട്ട് പറയുന്നത്. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴക് എന്ന് പറയുന്നത് രഘുവംശം എന്ന് പറയുന്നത് എന്താ? കാളിദാസൻ എഴുതിയ മഹാകാവ്യമാണ് രഘുവംശ കാവ്യം എന്ന് പറയുന്നത്. കാളിദാസൻ എഴുതിയ രഘുവംശ കാവ്യത്തിൽ പുഷ്പക വിമാനത്തിൽ പോകുന്ന സീതാദേവിയെ കാളിദാസൻ വർണ്ണിച്ചിരിക്കുന്നതാണ്. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകെന്ന് പറയുന്നത് ശ്രീരാമചന്ദ്രദേവൻ്റെ പത്നിയായിട്ടുള്ള
സീതാദേവിയാണ്. നമ്മുടെയൊക്കെ വായിലൂടെ നമ്മളൊക്കെ ഇങ്ങനെ ചുണ്ടുകൾ അനക്കി മൂളിക്കൊണ്ട് പോകുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പോകുന്നത് ആ കാലഘട്ടത്തിലേക്ക്. ഇതൊരു സൂചനയാണ്. കാരണം നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ ചെയ്തു തന്നിരിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ വസ്തുതകൾ അറിയാതെ നമ്മളിപ്പോൾ ഓരോ സുഖങ്ങളായിട്ട് അനുഭവിച്ചു കൊണ്ട് പോവുകയാണ്. പക്ഷേ അനുഭവിക്കുന്ന സുഖത്തിൻ്റെ ആ ഒരു പ്രാധാന്യം അതെങ്ങനെ നമുക്ക് ലഭിച്ചു എന്ന് നമ്മൾ അറിയുന്നില്ല. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സ്മരിക്കപ്പെടുമ്പോൾ ഭഗവാന്റെ ഒരു രൂപം നമ്മുടെ മനസ്സിലേക്ക് വരും, അല്ലേ? ഭഗവാന്റെ ഒരു രൂപം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഈ ഒരു ഫോട്ടോ വളരെ അപൂർവമാണ്, എല്ലായിടത്തുമില്ല. സാധാരണയായി ഉള്ള ഫോട്ടോ ഇതാണ്, അല്ലേ? മറ്റൊരു രൂപം നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ല. പക്ഷേ നമ്മളൊന്ന് വേറിട്ട് ചിന്തിച്ചു നോക്കിക്കേ. ഉണ്ണിക്കണ്ണനെ പോലെ, ഉണ്ണി യേശുവിനെ പോലെ, ബാലസുബ്രഹ്മണ്യനെ പോലെ ഭഗവാന്റെ രൂപം മനസ്സിൽ നമുക്ക് തെളിയേണ്ടതല്ലേ? കാരണം ഭഗവാൻ പാരിൽ ധർമ്മം പുലർത്താൻ യദുകുലേ പണ്ടെന്ന പോൽ ഈഴവന്മാരിൽ സ്വാമി പിറന്ന നാൾ ഏവർക്കും ഓണമഹോത്സവം. വള്ളത്തോൾ നാരായണമേനോനാണ് പാരിൽ ധർമ്മം പുലർത്താൻ യദുകുലേ പണ്ടെന്ന പോൽ ഈഴവന്മാരിൽ സ്വാമി പിറന്ന നാൾ ഏവർക്കും ഓണമഹോത്സവം എന്നാണ്. ഈഴവന്മാരിൽ സ്വാമി പിറന്ന അന്ന് മുട്ട് ആ ദിവസമാണ് നമ്മുടെ ഓണം എന്നാണ് വള്ളത്തോൾ നാരായണമേനോൻ പാടി പുകഴ്ത്തിയിട്ടുള്ളത്. അപ്പോൾ ചെമ്പഴന്തി വയൽവാരം വീട്ടിൽ തിരു അവതാരം പൂകിയ അന്നു മുതലുള്ള രൂപങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ രൂപം നമ്മുടെ മനസ്സിൽ തെളിയേണ്ടതാണ്. ഉണ്ണികൃഷ്ണൻ്റെ ഏതൊക്കെ രൂപങ്ങളുണ്ട്? ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏതെല്ലാം ഭാവങ്ങൾ, ഏതെല്ലാം രൂപങ്ങൾ നമ്മുടെ മനസ്സിൽ തെളിയും, അല്ലേ? ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏതെല്ലാം ഭാവങ്ങൾ. ഉണ്ണിയേശു ഇല്ലേ? നമ്മുടെ എന്താണ് ഒരു ഉണ്ണി നാണുവിനെ കുറിച്ച് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വ്യത്യസ്തമായ ചിന്തയാണ്. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു ഉണ്ണി നാണുവിനെ കുറിച്ച് ചിന്തിക്കുവാൻ എന്തേ നമുക്ക് പറ്റാതെ പോകുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ണി നാണുവിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടില്ല, ഉണ്ണി നാണുവിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മളെല്ലാവരും പ്രചരിപ്പിച്ചിട്ടില്ല. എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, ഞാനിപ്പോൾ ഇവിടെ വരുന്നത് ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രം, SNDP യോഗം കോട്ടയം യൂണിയൻ്റെ ഒരു പഠന പദ്ധതിയാണ് ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രം. 2003 ആരംഭിച്ചതാണ്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ SNDP യോഗം സംസ്ഥാപനം ചെയ്ത 1903 സംസ്ഥാപനം ചെയ്ത SNDP യോഗത്തിൻ്റെ ആദ്യ വാർഷികം, പ്രഥമ വാർഷികം അരുവിപ്പുറത്ത് 1904 നടക്കുമ്പോൾ ഭഗവാൻ കുമാരനാശാനിലൂടെ ആളുകളിലേക്ക് സംഘടനയിലൂടെ ആവശ്യപ്പെട്ട അല്ലെങ്കിൽ അരുളായിട്ട് കൽപ്പിച്ച കാര്യം, നമുക്ക് ധർമ്മപ്രചാരകരെ വേണം. നമ്മുടെ ധർമ്മം പ്രചരിപ്പിക്കുന്നതിന് നമുക്ക് ധർമ്മപ്രചാരകരെ വേണം. അതൊരു യൂണിയൻ പ്രഥമമായിട്ട് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് കോട്ടയത്താണ്. ഭഗവാന്റെ തന്നെ പുണ്യപാദസ്പർശത്താൽ അനുഗ്രഹീതമായ ഞാൻ ഉൾപ്പെടുന്ന പഠനകേന്ദ്രത്തിലെ ആളുകൾ ഉൾപ്പെടുന്ന കോട്ടയം SNDP യോഗം കോട്ടയം യൂണിയനിലാണ്. 2003 ആവിഷ്കരിച്ച ആ പഠന പദ്ധതി ഇന്നിപ്പോൾ ഏകദേശം 14ഓളം ബാച്ചുകൾ, ഏകദേശം 1.5 വർഷം 2 വർഷം ടൈം അടുത്താണ് ഓരോ ബാച്ചുകളും പഠനം പൂർത്തീകരിച്ച് ഇറങ്ങുക. ഇന്നിപ്പം 14ഓളം ബാച്ചുകളുടെ പഠനം പൂർത്തീകരിച്ച് വന്നിരിക്കുകയാണ്. 10ാമത് ബാച്ചിലാണ് ഞാനൊക്കെ ഉൾപ്പെടുന്ന ഒരു സംഘം ആളുകളുണ്ട്. ആ പാഠ്യപദ്ധതിയിൽ അംഗങ്ങളാകുന്നതും ആ പാഠ്യപദ്ധതിയിൽ അനുസരിച്ച് ഗുരുവിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതും ഗുരുവിൻ്റെ പദങ്ങളിലൂടെ, പുണ്യം ഗുരുപദം എന്നുള്ള ആ ഗുരുവിൻ്റെ പദങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നതുമൊക്കെ. അങ്ങനെ സഞ്ചരിച്ച് കഴിയുമ്പോൾ അതൊരു നമ്മുടെ കുട്ടികൾക്ക് ഇന്നിപ്പോൾ ധാരാളമായിട്ടുള്ള അവസരങ്ങളുണ്ട്. രവിവാര പാഠശാലകളാകട്ടെ, ഓൺലൈൻ മീഡിയകളാകട്ടെ, ഗുരുവിനെക്കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ ഗുരുവിനെക്കുറിച്ച് പഠിപ്പിക്കുവാനായിട്ട് ധാരാളം മീഡിയകൾ നമുക്കിടയിലുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സാധ്യതകളിലേക്കൊക്കെ ആളുകളെ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ പഠനകേന്ദ്രം പോലെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇവിടെയും രവിവാര പാഠശാലകൾ നമ്മുടെ ഓതറ ശാഖയിലും വളരെ ഭംഗിയായിട്ട് പ്രിയപ്പെട്ട അമ്പിളിയുടെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളിലേക്ക് ഈ കാര്യങ്ങൾ ചെല്ലുമ്പോഴാണ് നമ്മുടെ മാതാപിതാക്കളും കുട്ടികളുമൊക്കെ ഈ ഗുരുവിനെ കൂടുതലായിട്ട് അറിയുക. നമ്മുടെ ഏതൊരു കാര്യവും നമ്മൾ സ്കൂളിൽ നിന്ന് അല്ലെ കൊച്ചു കുട്ടികൾ വന്ന് വീട്ടിൽ വന്ന് പറയുമ്പോൾ, നിർബന്ധ ബുദ്ധിയോടുകൂടി പറയുമ്പോൾ അച്ഛനും അമ്മയും, ഒട്ടും സമയമില്ലാത്ത അച്ഛനാണെങ്കിലും സ്കൂളിൽ ആനിവേഴ്സറി ആണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി അന്ന് ലീവ് എടുത്ത് സ്കൂളിൽ പോകാറില്ലേ? കാരണം കുട്ടികളാണ് ഇന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. പണ്ട് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലോ ഒരു കടയിലോ പോയിട്ട് കുട്ടികൾക്ക് വേണ്ടി ഒരു സാധനം മേടിച്ചുകൊണ്ട് ചെല്ലുകയായിരുന്നു.
പക്ഷേ ഇന്ന് സൂപ്പർ മാർക്കറ്റിലോ കടയിലോട്ടോ പോയി കഴിഞ്ഞാൽ കുട്ടികളാണ് അച്ഛൻ ഇത് മതി, അമ്മയ്ക്ക് ഇത് മതി എന്ന് പറഞ്ഞ് സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞു മനസ്സ് നോവാതിരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും പാകമാണെങ്കിലും അല്ലെങ്കിലും പലപ്പോഴും കുട്ടികളുടെ നിർബന്ധത്തിന് വഴങ്ങി ഇത്തരം കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കാറുമുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ കുട്ടിക്കാലം നമ്മുടെ മനസ്സിലേക്കൊന്ന് നമ്മളൊന്നൊന്ന് ഹൃദയം വിശാലമാക്കി ഒന്ന് ചിന്തിച്ചു നോക്കി. ഒരു നിമിഷം നമ്മുടെ ആ മനസ്സ് ഭഗവാന്റെ കുട്ടിക്കാലത്തിലേക്ക് വിടുക. ഭഗവാന്റെ കുട്ടിക്കാലത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ ഒരു സുഹൃത്ത്, ഇതൊക്കെ നിങ്ങൾ രഞ്ജിത്ത് എന്നാണ് പേര്, ഇതൊക്കെ എല്ലാ പ്രഭാഷണത്തിലും ചെല്ലുമ്പോൾ നിങ്ങളൊക്കെ എന്തിനാണ് ഇത് പറയുന്നത്? കാലം ഇത്രയും പുരോഗമിച്ചില്ലേ? ശുഭാംശു ശുക്ല ബഹിരാകാശത്ത് നിൽക്കുകയാണ്. ഇപ്പോഴും നമ്മൾ ഭഗവാന്റെ കുട്ടിക്കാലം എന്തിനാണ് പറയുന്നത്? പക്ഷേ ഭഗവാന്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതാണ്, നമ്മൾ ചിന്തിക്കേണ്ടതാണ്. യശോദാമ, ശ്രീകൃഷ്ണ ഭഗവാന്റെ കുട്ടിക്കാലം, ഉണ്ണിക്കണ്ണനെ യശോദാമ ഒരിക്കൽ യമുനാ നദിയുടെ തീരത്ത് ചെന്ന് നിൽക്കുകയാണ്. യമുനാ നദിയുടെ തീരത്ത് യശോദാമ ചെന്ന് നിൽക്കുമ്പോൾ ഈ ഉണ്ണിക്കണ്ണൻ യശോദാമയോടൊരു ചോദ്യം ചോദിക്കുകയാണ്. അമ്മേ, എന്തുകൊണ്ടാണ് അമ്മേ ഈ യമുനയുടെ തീരങ്ങത്ത് ഈ ഓളങ്ങൾ ഇങ്ങനെ വന്നിട്ട് തിരിച്ചു പോകാതെ ഇങ്ങനെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മയ്ക്ക് ഈ ഉണ്ണിക്കണ്ണനോട് മറുപടി പറയണം. അമ്മ കുറച്ചു നേരം ആലോചിച്ചിട്ട് ഉണ്ണിക്കണ്ണനോട് മറുപടി പറയുകയാണ്. കണ്ണാ, നിൻ്റെ ഓടക്കുഴലിൻ്റെ നാദം കേട്ടിട്ട്, നിൻ്റെ മുരളീഗാനം കേട്ടിട്ട് അതിൽ മതിമറന്ന് പിന്നോട്ട് പോവാനാവാതെ ഈ യമുനയുടെ ഓളങ്ങൾ നൃത്തം കളിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. കണ്ണാ, യമുനയുടെ ഓളങ്ങൾ നിൻ്റെ ഓടക്കുഴൽ നാദം കേട്ടിട്ടാണ് പുറകോട്ട് പോകാതെ നിൽക്കുന്നത്, അതിനെ ഒപ്പിച്ച് നൃത്തച്ചുവടുകളിൽ വെക്കുകയാണ് എന്ന് പറഞ്ഞു. അതേ അവസ്ഥ നമ്മുടെ കുട്ടിയമ്മയ്ക്കും ഉണ്ടായാലോ? കുട്ടിയമ്മ ആരാ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ നാണു തിരുവവതാരം ചെയ്ത സമയം, നാണുവിൻ്റെ 10 വയസ്സ് വരെയുള്ള കാലം ആ അമ്മ എങ്ങനെയായിരിക്കും തരണം ചെയ്തിട്ടുണ്ടാവുക? നാണു വികൃതിയാണെന്നുള്ളതല്ല, നാണു ചെയ്യുന്ന കാര്യങ്ങൾ സമൂഹത്തിലെ മറ്റു കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളല്ല. ആണോ? മറ്റു കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളല്ല കുഞ്ഞു നാണു ചെയ്യുന്നത്. പുത്രവാത്സല്യം മൂലം ഒരു പരിധിക്കപ്പുറം ഈ കുട്ടിയമ്മയ്ക്ക് നാണുവിനെ ശകാരിക്കാനോ അല്ലെങ്കിൽ വഴക്ക് പറയാനോ ഒട്ടും സാധിക്കുന്നില്ല. കാരണം നാണു ചെയ്യുന്നത് എന്താ? ഈശ്വര പൂജയ്ക്കായി കരുതി വച്ചിരിക്കുന്ന പൂജാദ്രവ്യങ്ങൾ, പൂജാ നിവേദ്യങ്ങൾ എടുത്ത് ഭക്ഷിക്കുക. ആലോചിച്ച് നോക്കുക. ഈശ്വര നിവേദ്യത്തിനായി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് ഭക്ഷിക്കുക. ഭക്ഷിച്ചതിന് ശേഷം വീട്ടുകാർ വന്ന്, അമ്മ വന്ന് വഴക്ക് പറയുമ്പോൾ ഈശ്വരൻ പ്രസാദിച്ചതായി കരുതിയാൽ മതി എന്ന് മറുപടി പറയുക. ഈശ്വരൻ പ്രസാദിച്ചതായി കരുതിയാൽ മതി എന്ന് പറയുക. അതുപോലെ തന്നെ എവിടെ വിഷമങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യമുണ്ടായാലും അവിടെ വിഷമം അനുഭവിക്കുന്നവരുടെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് നാണുവും സങ്കടപ്പെടുകയാണ്. അപ്പോൾ സമൂഹം അവർ വിഷമം അനുഭവിക്കേണ്ടവരാണ്, അതിനുവേണ്ടി വിധിക്കപ്പെട്ടിട്ടുള്ളവരാണ് എന്ന് പാർശ്വവൽക്കരിച്ച് അവരെ മാറ്റി നിർത്തുകയാണ്. അല്ലേ? പുലയച്ചാളയിൽ അരി വാർത്ത് വെക്കുന്ന കാര്യം നമ്മൾ എല്ലാ വേദികളിലും ശ്രീനാരായണ ഗുരുദേവൻ്റെ ബാല്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഒരു കാര്യം പറയാതെ പോവില്ല. കാരണം പുലയച്ചാളയിൽ അരി വാർത്ത് വെക്കുന്ന കാര്യം എടുത്തു വെക്കുമ്പോൾ, വീട്ടിൽ ചെല്ലുമ്പോൾ ആ സമൂഹം പുലയച്ചാളയിൽ ഈഴവ ജനവിഭാഗം കയറാൻ പാടില്ല എന്നുള്ള ഒരു തെറ്റിനോട് പൊരുത്തപ്പെട്ട് നിൽക്കുന്ന ഒരു സമൂഹമാണ്. പറയുന്നത് മനസ്സിലായോ? പുലയച്ചാളയിൽ ഒരു ഈഴവ ജനവിഭാഗം കയറാൻ പാടില്ല എന്നുള്ള ഒരു തെറ്റിനോട്, വലിയ തെറ്റാണ്, ആ തെറ്റിനോട് പൊരുത്തപ്പെട്ട് നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് അവിടെ അവരുടെ ഭക്ഷണത്തിനായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് വസ്തുവകകൾ പാഴായി പോകുന്നു എന്ന് കണ്ട് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി നാണു അവിടെ ചെന്ന് അത് കൃത്യമായി എടുത്ത് വെച്ചതിന് ശേഷം തിരികെ ഭവനത്തിലേക്ക് എത്തുമ്പോൾ ഭവനത്തിൽ നിന്ന് ശകാരവും മർദ്ദനം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഏതായാലും ശകാരമുണ്ടായി എന്നുള്ളത് നമുക്കെല്ലാവർക്കും പാഠമായിട്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ്. ശകാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ അച്ഛനോടും അമ്മയോടും ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ അവർ
പട്ടിണിയായി പോയേനെ എന്നുള്ള മറുപടി കൊടുക്കുന്നത്. ഇതിനെന്തായിരിക്കും അപ്പോൾ ആ അമ്മ അനുഭവിച്ച ആ മാനസിക സ്ഥിതി എന്തായിരിക്കും? ഇതുപോലെ തന്നെ സന്യാസിമാരെ ഉപദ്രവിക്കുന്ന തൻ്റെ സതീർത്ഥ്യരായിട്ടുള്ള തൻ്റെ സഹപാഠികളായിട്ടുള്ള കുട്ടികളെ കാണുമ്പോൾ ആ സന്യാസിയോടൊപ്പം ചേർന്ന് ദുഃഖിക്കുകയും ആ സന്യാസി വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ഈ കുട്ടിയെ തോളിലെടുത്തുകൊണ്ട് ആ കുട്ടിയുടെ ഭവനത്തിലേക്ക് മാതാപിതാക്കളുടെ അടുത്തേക്ക് കൊണ്ടുചെല്ലുകയും ചെയ്യുമ്പോൾ ആ അമ്മയ്ക്കുണ്ടായ മാനസികമായിട്ടുള്ള ആ ഒരു വിചാരം എന്തായിരിക്കും? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇനി പോകട്ടെ, നാണു തൻ്റെ കുട്ടിക്കാലത്ത് പാടമുഴാൻ പോകുമായിരുന്നു അല്ലേ? പാടമുഴാൻ പോകുമ്പോൾ എന്താണ് സംഭവിക്കുക? മറ്റുള്ളവരെല്ലാം കാളയെ തെളിച്ചുകൊണ്ട് പോകുമ്പോൾ നാണു മാത്രം കാള തെളിച്ച വഴിയെ പോവുകയാണ്. മറ്റുള്ളവരെല്ലാം കാളയെ തെളിച്ചുകൊണ്ട് പോകുമ്പോൾ നാണു മാത്രം കാള തെളിച്ച വഴിയെ പോവുകയാണ്. അത് ചോദിക്കുമ്പോൾ അതിനുവേണ്ടിയും വഴക്ക് പറയുകയുണ്ടായിട്ടുണ്ട്. അതിനുവേണ്ടിയും വഴക്ക് പറഞ്ഞപ്പോൾ ഈ കുട്ടി നാണു പറയുന്നത്, പോയ വഴിയെ തെളിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ തെളിച്ചാലും കാര്യങ്ങൾ നടക്കുമല്ലോ, നിലമുഴുത് തീർക്കുന്നുണ്ട്. ഇങ്ങനെ ആ ഒരു 10 വയസ്സ് വരെയുള്ള ഇത്തരമുള്ള ബാല്യകാലം രോഗപീഠകളെല്ലാം വരുന്നുണ്ട്. വസൂരിയൊക്കെ വരുന്നുണ്ട് അല്ലേ? വസൂരിയൊക്കെ വരുമ്പോൾ ദേവീക്ഷേത്രത്തിൽ പോയാണ് ആ കുട്ടിയായിട്ടുള്ള നാണു ഇരിക്കുന്നത്. എവിടെയാണെന്ന് മാതാപിതാക്കൾക്കോ മാതുലന്മാർക്കോ അറിയാൻ പറ്റുന്നില്ല. നാണുവിനെ കാണുന്നില്ല. പതിവ് പോലെ എവിടെയെങ്കിലും മാറിയിരിക്കുകയാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ധ്യാനത്തിലിരിക്കുകയാണ്, വ്യത്യസ്തനായ കുട്ടിയാണ് എന്നുള്ള വിചാരത്തിൽ അങ്ങനെ കരുതിക്കൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ തിരികെ വരുമ്പോൾ ശരീരമാസകലം വസൂരിക്കലയുടെ പാട് കാണുമ്പോൾ ഞാൻ ദേവിയുടെ അടുത്ത് ഉപാസനയായി ദേവീക്ഷേത്രത്തിനകത്തുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടുകയാണ്. ആ മനോവികാരങ്ങൾ, വിചാരങ്ങൾ, നാണുവിൻ്റെ കുട്ടിക്കാലത്തുള്ള ആ വിചാരങ്ങൾ എത്ര അത്ഭുതത്തോടു കൂടിയായിരിക്കും ആ വീട്ടുകാർ സ്വീകരിച്ചിട്ടുണ്ടാകുക. ഇന്നിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. ഉണ്ണിക്കണ്ണൻ്റെയും ബാലസുബ്രഹ്മണ്യൻ്റെയും ഉണ്ണി യേശുവിൻ്റെയും ഒക്കെ കാര്യങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ അവരുടെ ശൈശവകാലങ്ങളൊക്കെ ഇവിടെ ആളുകളിലേക്ക് പ്രചരിക്കപ്പെടുന്നുണ്ട്. ഇത് പ്രചരിക്കപ്പെടുമ്പോൾ എന്താണ്, വിഷ്വലൈസ് ചെയ്ത ഏതൊരു കാര്യവും കൃത്യമായിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള അടിസ്ഥാനങ്ങളോടുകൂടി പ്രചരിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിൽ ലഭ്യമാകുന്ന സ്വാധീനം, ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. അതുകൊണ്ടാണ് സിനിമയ്ക്കൊക്കെ നമ്മളിലേക്ക് കൂടുതൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഈ എങ്ങനെയാണ് ആ മാതാപിതാക്കൾ ഉണ്ണിക്കണ്ണൻ്റെ അവതാര പുരുഷനാണെന്ന് ബാല്യകാലത്തിൽ തിരിച്ചറിയുന്നത്? മണ്ണുവാരി തിന്നുന്ന ഉണ്ണിക്കണ്ണനെ പിടിച്ച് യശോദാമ്മ പിടിച്ച് നോക്കുമ്പോൾ വാവിളിച്ച് കാണിക്കുമ്പോൾ വായിക്കകത്താണ് പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്നത് അല്ലേ? ആ കഥ നമുക്കറിയത്തില്ലേ? എന്ന് പറഞ്ഞതുപോലെ സാധാരണ മനുഷ്യ അവതാരം കൊണ്ട് മനുഷ്യജന്മത്തിൻ്റെ ഏറ്റവും ലളിതമായ കാര്യങ്ങളിലൂടെയാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ആ മാതാപിതാക്കൾക്കും നമുക്ക് മുമ്പിൽ ഭഗവാന്റെ കുട്ടിക്കാലത്ത് അത്ഭുത പ്രവൃത്തികളെക്കാൾ ഉപരി മാനുഷികമായ നൈർമല്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഉദാത്തമായ സ്നേഹഭാവങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടാണ് നമുക്കുള്ളിൽ ഭഗവാൻ ഒരു അവതാര പുരുഷനാണ് എന്ന് ആ അമ്മയ്ക്കും തൻ്റെ കുടുംബാംഗങ്ങൾക്കും മുമ്പിൽ തെളിയിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം 10 വയസ്സുകൾക്കപ്പുറം ആ നാണുബാലനെ ഉപരിപഠനത്തിനായി കൊണ്ടുപോയി പഠിപ്പിക്കുന്നുണ്ട്. ആശാന്റെ അടുത്ത് കുമ്മംപള്ളി രാമൻപിള്ള ആശാന്റെ അടുത്ത് കൊണ്ടുപോയി പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ആ ആശാന് ഈ കുട്ടി വളരെ മിടുക്കനായ സമർത്ഥനായ കുട്ടിയാണ് എന്ന് മനസ്സിലാകുന്നു. അത് മനസ്സിലാക്കിയിട്ട് പോലും ആ അവതാര രൂപം പിന്നീട് ആശാന് പ്രത്യക്ഷമാകുന്നത് പല തട്ടുകളിലായിട്ടാണ്. അവിടെ കുട്ടികൾക്ക് ഇരിക്കാനായിട്ടുള്ള ക്രമീകരണങ്ങൾ അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ആ ആശാനും പണ്ഡിതനായിട്ട് പോലും ആ ആശാനും ആ തെറ്റുകളോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഭാഗമായിരുന്നു. അവിടെ സവർണരായിട്ടുള്ള ഉന്നത കുലജാതികൾ എന്ന് അന്ന് അധികാരം നിശ്ചയിച്ചിട്ടുള്ള ബ്രാഹ്മണ കുട്ടികൾക്ക് പ്രത്യേകമായ അടുക്കുകൾ ഇട്ടിട്ടുള്ള ഇരിപ്പിടങ്ങൾ, അതിന് തൊട്ട് താഴെ മറ്റ് സമുദായത്തിൽ ശ്രേഷ്ഠ സമുദായമെന്ന് അന്ന് വിധി കൽപ്പിച്ചിട്ടുള്ള അധികാരം കൊടുത്തിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ തൊട്ട് സമീപത്തായി മറ്റ് ഇരിപ്പിടങ്ങൾ. അതിലൊന്നും പെടാതെ ദൂരെ മാറിയാണ് ഈഴവരാതി പിന്നോക്ക വിഭാഗത്തിൽ നിന്നും പഠിക്കുവാനായിട്ട് ചെന്നിട്ടുള്ള ആളുകൾക്കുള്ള ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിരുന്നത്. പക്ഷേ മിടുക്കനായതുകൊണ്ട് തന്നെയും നല്ല ഉത്സാഹിയായിരുന്നുകൊണ്ടും പലപ്പോഴും നാണു ഈ ആശാന്റെ തൊട്ടടുത്തുള്ള സവർണ വിഭാഗത്തിലുള്ള ആളുകൾക്ക് ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ വന്ന് കയറിയിരിക്കുക പതിവായിരുന്നു. ആശാൻ അതിന് മറുപടിയായിട്ടൊന്നും ആദ്യമൊന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ പിന്നീട് അത് ആശാന്റെ അടുത്ത്
മറ്റ് കുട്ടികൾ വന്ന്, സതീർത്ഥ്യരായിട്ടുള്ള കുട്ടികൾ വന്ന് പരാതിയായിട്ട് പറയുന്നുണ്ട്, ആശാനെ നാണു ചെറിയ അബദ്ധങ്ങൾ കാണിക്കുന്നുണ്ട്. നാണുവിന് നിശ്ചയിച്ചിട്ടുള്ള ഇരിപ്പിടത്തിലല്ല നാണു പോയി ഇരിക്കുന്നത്. നാണു ചെയ്യുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. നാണുവിന് നിശ്ചയിച്ചിട്ടുള്ള ഇരിപ്പിടത്തിൽ പോയി ഇരിക്കുവാനായിട്ട് ആശാൻ പറയണം. അങ്ങനെ ആശാൻ തൊട്ടടുത്ത ദിവസം നാണു വന്നപ്പം നാണുവിനോട് ആശാൻ പറയാണ്, രാമപിള്ള ആശാൻ പറയാണ്, നാണു നിനക്ക് നിശ്ചയിച്ചിരിക്കുന്ന സീറ്റിൽ പോയി നീ ഇരിക്കുക. നിനക്ക് നിശ്ചയിച്ചിരിക്കുന്ന സീറ്റ് ആ ഭാഗത്തായിട്ടാണ്, മാറിയാണ്, നീ അവിടെ പോയിരിക്കുക. മറ്റുള്ള സ്ഥലത്ത് ഇരിക്കുവാനുള്ള ആളുകൾ അവർ അതിന് ബുദ്ധിമുട്ട് പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വളരെ അച്ചടക്കത്തോടുകൂടി ഗുരുഭക്തനായ നാണു ആശാൻ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്ത് തന്നെ പോയിരുന്നു. വീണ്ടും തൊട്ടടുത്ത ദിവസം വന്നു. നാണു വീണ്ടും വന്ന് ആശാന്റെ ഫ്രണ്ടിലത്തെ ഇരിപ്പിടത്തിലൊക്കെ ഇരിക്കുകയാണ്. പിന്നെ ഇത് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കുട്ടികൾക്ക്, കൂടെയുള്ള കുട്ടികൾക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടായി. ബുദ്ധിമുട്ട് കലശലായി. അവർ വീട്ടിൽ പറയുന്നു. അവർ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ PTA അന്നും ഉണ്ടല്ലോ, ഇന്നും PTA ഉണ്ട്, അന്നും PTA ഉണ്ട്. അന്നത്തെ PTA നാണുവിൻ്റെ ആ സീറ്റിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആശാനോട് വീണ്ടും അവരുടെ മാതാപിതാക്കൾ വന്ന് പരാതിയായിട്ട് പറയുന്നു. ആശാൻ ഇച്ചിരി ശോഭിച്ചുകൊണ്ട്, നാണു നിന്നോട് എത്ര തവണയായി നാം പറയുന്നു, നിനക്ക് നിശ്ചയിച്ചിട്ടുള്ള സീറ്റിൽ ഇരിപ്പിടത്തിൽ പോയിരുന്ന് വേണം നീ പഠിക്കാൻ. കാര്യം നീ മിടുക്കനാണ്, നീ ഉത്സാഹിയായ പണ്ഡിത ശ്രേഷ്ഠനായിട്ട് വരേണ്ടവൻ തന്നെയാണ്, നീ അങ്ങനെയുള്ള വിദ്യാർത്ഥിയുമാണ്. പക്ഷെ നീ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്ത് പോയിരുന്ന് പഠിക്കണം. വളരെ വിനയത്തോടുകൂടി കൈകളോടുകൂടി ആശാന് നമസ്കാരം ചെയ്തിട്ട് ആശാൻ നിശ്ചയിച്ച ഇരിപ്പിടത്തിലേക്ക് നാണു പോയിരുന്നു. ആശാൻ പഠിപ്പിക്കാൻ, അന്നത്തെ പാഠം പഠിപ്പിക്കുവാൻ തുടങ്ങുന്നതിന് മുമ്പ് നാണു ചോദിക്കുകയാണ്, ആശാനെ, ആശാൻ പറഞ്ഞ സ്ഥലത്ത് ഞാനിതാ ഇരുന്നിരിക്കുന്നു. ഇനി ഞാൻ ഏത് ദിക്കിൽ നിന്നുള്ള ശ്വാസമാണ് ആശാനെ ഞാൻ സ്വീകരിക്കേണ്ടത്? ഞെട്ടിപ്പോയി ആശാൻ. കുമ്മമ്പള്ളി രാമപിള്ള ആശാൻ അന്ന് തിരിച്ചറിയുകയാണ്, എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്, എൻ്റെ മുൻപിൽ ഇരിക്കുന്നത് അസാധാരണമായിട്ടുള്ള ഒരു സൗകുമാര്യങ്ങൾ നിറഞ്ഞ അവതാര പുരുഷനാകുവാൻ പോകേണ്ട ആളാണ്, ഇതൊരു അവതാര പുരുഷനാണ് എന്ന് കുമ്മമ്പള്ളി രാമപിള്ള ആശാൻ തിരിച്ചറിയുകയാണ്. അതിനുശേഷം നാണുവിനോട് പറയുകയാണ്, നിനക്കിഷ്ടമുള്ളിടത്തിരിക്കാം. കാരണം ഇതിന് മറുപടിയില്ല. നമ്മളെ മാറ്റിയിരുത്തുമ്പോൾ ഞാൻ ഇനി ഏത് ദിക്കിൽ നിന്നാണ് ശ്വാസം എടുക്കേണ്ടത് എന്ന് ഒരു ചോദ്യം. നമ്മുടെ നേരറിയാൻ CBI എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതിനകത്ത് തിലകൻ മമ്മൂട്ടിയോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്, കിഴക്ക് ഭാഗത്തെക്കുറിച്ചാണ്. കിഴക്ക് ദിക്ക് എവിടെയാണ് എന്നോ മറ്റാണ് ചോദ്യം. ആ ചോദ്യത്തിന് മറുപടിയായിട്ട് അതിന് തന്നെ തിലകൻ മറുപടിയായിട്ട് പറയുന്നുണ്ട്, സൂര്യൻ ഉദിക്കുന്ന ദിക്ക് കിഴക്ക്. പക്ഷേ അതിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം അതിനൊരു ചെറിയ തിരുത്തു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് കണക്ട് ചെയ്ത് ചിന്തിക്കാൻ വേണ്ടി പറയാണ്, സൂര്യൻ എവിടെ ഉദിക്കുന്നോ അവിടം കിഴക്ക്. രണ്ടും തമ്മിലൊന്ന് ചിന്തിച്ചു നോക്കൂ. സൂര്യൻ കിഴക്കുദിക്കുന്നെന്ന് പറയുന്നതും സൂര്യൻ എവിടെ ഉദിക്കുന്നോ അവിടം കിഴക്ക് എന്ന് പറയുന്നതും തമ്മിലുള്ള ആ വ്യത്യാസം, ആ ഒരു വാചകത്തിന്റെ വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം. അതൊരു പണ്ഡിത വാചകമാണ്, അല്ലെ? സൂര്യൻ എവിടെ ഉദിക്കുന്നോ അവിടമാണ് കിഴക്കായിട്ട് വരുന്നത് എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഏത് ദിക്കിൽ നിന്നുള്ള ശ്വാസമാണ് എടുക്കേണ്ടത് എന്ന് ഗുരുവിനോട് ഈ നാണു ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പിന്നീട് നാണു ആ പാഠശാലയിൽ, ആ പള്ളിക്കൂടത്തിൽ ചട്ടമ്പിയായി അല്ലെങ്കിൽ മിടുക്കനായി ഒന്നാമനായിട്ട് നാണു മാറുകയാണ്. ആ നാണു അവിടുന്ന് കഴിഞ്ഞപ്പോൾ ഒരിക്കൽ നാണു ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നാണു ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാണു തട്ടി വീഴുകയാണ്. തട്ടി വീണ കാര്യം ഗുരുവിനോട് വന്ന് പറയുന്നുണ്ട്. കുമ്മമ്പള്ളി രാമപിള്ള ആശാനോട് വന്ന് തൻ്റെ നാണുവിൻ്റെ സതീർത്ഥ കൂട്ടുകാരായിട്ടുള്ള ആളുകൾ വന്ന് പറയുന്നു, ഗുരുവേ, നാണു ഇതാ വീണിരിക്കുന്നു, ഞങ്ങൾ വിളിച്ചിട്ടെങ്ങും എഴുന്നേക്കുന്നില്ല. നാണു മോഹലസ്യപ്പെട്ട് കിടക്കുകയാണ്. ഗുരുനാഥൻ ആദിയായിട്ട് പെട്ടെന്ന് ഓടി വന്നപ്പോൾ നാണു ബോധം കെട്ട് കിടക്കുകയാണ്. നാണുവിൻ്റെ മുഖത്തേക്ക് കുറച്ച് വെള്ളമൊക്കെ തളിച്ചു. മോഹലസ്യപ്പെട്ട് കിടന്ന നാണു ഉറക്കത്തിൽ നിന്ന് പോലെ എഴുന്നേറ്റപ്പോൾ സാധാരണ നമ്മളെപ്പോലെയുള്ള ആളുകൾ ഇതുപോലെ ഒരാൾ, നമ്മുടെ കുട്ടിയായിക്കൊള്ളട്ടെ, നമ്മുടെ കൊച്ചുമകനായിക്കൊള്ളട്ടെ, മകനായിക്കോട്ടെ, ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തട്ടി വീണ് ബോധം കെട്ട് വീഴുകയാണ്. ബോധം കെട്ട് വീണ് കഴിയുമ്പോൾ തട്ടി എഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടി വെള്ളം തളിച്ചതിന് ശേഷം അവൻ കണ്ണ് തുറന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും?
മോനെ പറഞ്ഞു, നിനക്കെങ്ങനുണ്ട് എന്നാ പറ്റി, ഈ ചോദ്യമല്ലേ ചോദിക്കത്തുള്ളൂ. പക്ഷേ കുമ്മമ്പള്ളി രാമപിള്ള ആശാൻ നാണുവിനോട് ചോദിച്ചത്, നാണു നീ എന്താണ് കണ്ടത്, നീ എന്താണ് കണ്ടത് നാണു എന്നാണ് ചോദിച്ചത്. അപ്പോൾ നാണു മറുപടിയായിട്ട് ഒരു 4 വരി ശ്ലോകം പറഞ്ഞു. ആ ശ്ലോകം തുടക്കം ഇങ്ങനെയാണ്, ബാക്കി നിങ്ങൾ തുടങ്ങുകയുള്ളൂ, ബാക്കി നിങ്ങൾ ഏറ്റുചൊല്ലണം. പൂയോ വൃത്തി നിവൃത്തിയായി ഭുവനവും ശ്രീകൃഷ്ണ ദർശനമാണ്. ഭഗവാൻ കുമ്മമ്പള്ളി രാമപിള്ള ആശാന്റെ മുമ്പിൽ മോഹലസ്യപ്പെട്ട് കിടന്ന നാണു ഭഗവാൻ ഈ ഗുരുനാഥൻ മോഹലസ്യത്തിൽ നിന്ന് ഉണർത്തിയപ്പോൾ ആ ഗുരുനാഥന്റെ ചോദ്യം നിനക്കെന്ത് പറ്റി എന്നുള്ളതായിരുന്നില്ല, നീ എന്താണ് കണ്ടത് എന്നുള്ളതായിരുന്നു. അതിന് മറുപടിയായി ഭഗവാൻ നൽകിയതാണ്, ആ നാണു നൽകിയതാണ്. അപ്പോൾ നാണുവിന് 20 വയസ്സിൽ താഴെയാണ് പ്രായം. ആ നാണുവിനെക്കുറിച്ച് നമ്മുടെ മനസ്സിലുണ്ടോ? നമ്മുടെ മനസ്സിലുള്ള നാണു 1916 പള്ളുരുത്തി ഭവാനീശ്വര ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാനന്തരം അവിടെ വെച്ചെടുത്തിയ ഒരു ചിത്രം. ആ ചിത്രത്തിന് പലരും പല രൂപഭാവങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്തി. ആ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് പതിഞ്ഞു കഴിഞ്ഞപ്പോൾ മറ്റ് നാണുവിൻ്റെ മറ്റു ഭാവങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് പോവുകയായി. അല്ലേ? നമ്മൾ അറിയണ്ടേ? നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നമ്മൾ മറ്റുള്ള അവതാരങ്ങളെയും മറ്റുള്ള ഈശ്വരീയ ഭാവങ്ങളെയും എല്ലാം അതിൻ്റെ കുട്ടിക്കാലം തൊട്ട് നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് എങ്കിൽ പരബ്രഹ്മസ്വരൂപനായ നമ്മുടെ രക്ഷകനായിട്ടുള്ള പരമസ്വരൂപനായിട്ടുള്ള ഈശ്വര അവതാരമായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ വിവിധ ഭാവങ്ങൾ എന്തേ നമ്മുടെ ഹൃദയങ്ങളിൽ പറ്റാതെ പോകുന്നു? ചിന്തിക്കണ്ടേ? തെറ്റുണ്ടോ ഞാൻ പറഞ്ഞത്? തെറ്റുണ്ടോ? നമ്മുടെ മനസ്സിൽ തോന്നേണ്ടേ? അപ്പോൾ ആ ശ്രീകൃഷ്ണ ദർശനം ഭഗവാൻ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. 20 വയസ്സിൽ താഴെയാണ്. അവിടെ നിന്നും വീണ്ടും ഒരു സാധാരണ മനുഷ്യാവതാര രൂപം തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ. ആ മനുഷ്യാവതാര കാലഘട്ടത്തിൽ ഭഗവാന് രോഗപീഠകൾ വരുന്നുണ്ട്. ആ രോഗപീഠകളുടെ അടിസ്ഥാനത്തിൽ ചെമ്പഴന്തിയിൽ നിന്ന് ആ കുമ്മമ്പള്ളി രാമപിള്ള ആശാന്റെ വാർണപ്പള്ളി തറവാട്ടിൽ നിന്ന് ചെമ്പഴന്തി വയൽവാരം വീട്ടിൽ നിന്ന് ആളുകൾ ചെന്ന് തൃപ്പാദങ്ങൾക്ക് അസുഖബാധിതമാണ് എന്ന് അറിഞ്ഞതിന് ശേഷം തിരികെ ചെമ്പഴന്തിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. ചെമ്പഴന്തിയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതിന് ശേഷം ഭഗവത് തൃപ്പാദങ്ങൾ ചെമ്പഴന്തിയിൽ പള്ളിക്കൂടങ്ങളൊക്കെ കെട്ടി തൻ്റെ സതീർത്ഥ്യരായിട്ടും തൻ്റെ സമൂഹത്തെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി കുറച്ച് ആളുകൾക്ക് വിദ്യ പറഞ്ഞു കൊടുക്കുന്നതിനും വിദ്യ അഭ്യസിപ്പിക്കുന്നതിനുമായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിലേക്കാണ് നാണുവിൻ്റെ സഹോദരിമാർ മുഖാന്തരം കാളിയമ്മയൊക്കെ കടന്നു വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. അതിനൊക്കെ ശേഷമുള്ള കാര്യങ്ങളൊക്കെ നിവൃത്തി വർത്തിയതിനു ശേഷം ഭഗവത് തൃപ്പാദങ്ങൾ ചെമ്പഴന്തിയിൽ നിന്നും അവധൂത സഞ്ചാരത്തിനായി പുറപ്പെടുകയാണ്. ഭഗവാന്റെ അവധൂത സഞ്ചാരത്തിനിടയ്ക്ക് ഭഗവാന് അവിടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു വാസുദേവ ശർമ്മയുടെയും ഒരു നങ്ങേലിയുടെയും മകനായിട്ടുള്ള ഒരാൾ അവിടെ കൂട്ടുകാരനായിട്ട് വരുന്നുണ്ട്. കുഞ്ഞൻ ചട്ടമ്പി എന്നായിരുന്നു പേര്. ആരായിരിക്കും അത്? കൂട്ടുകാരനായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഭഗവാന്റെ ഗുരുവാണെന്ന് പറഞ്ഞ് പലരും പല വേദികളിലും അവതരിപ്പിക്കുന്നുണ്ട്. കുഞ്ഞൻ ചട്ടമ്പി എന്ന് പറയുന്ന വാസുദേവ ശർമ്മയുടെയും നങ്ങേലിയുടെയും പുത്രനായിട്ടുള്ള കുഞ്ഞൻ പിള്ള ഭഗവാന്റെ കൂട്ടുകാരനായിട്ട് വന്ന് ഭഗവാന്റെ അടുത്തേക്ക് വന്ന് ഭഗവാനൊപ്പം സഞ്ചാരം ചെയ്യുന്നുണ്ട്. ഭഗവാനൊപ്പം സഞ്ചാരം ചെയ്യുന്ന ആ കുഞ്ഞൻ പിള്ളയുടെ പേരാണ് ചട്ടമ്പി സ്വാമികൾ. ഭഗവാന്റെ ഒപ്പം സഞ്ചാരം ചെയ്യുന്ന കൂട്ടുകാരനാണ് ചട്ടമ്പി സ്വാമികൾ. ആ ചട്ടമ്പി സ്വാമികളിൽ നിന്നും ഭഗവത് തൃപ്പാദങ്ങളും ചട്ടമ്പി സ്വാമികളും കൂടി തൈക്കാട്ട് അയ്യാവിൻ്റെ അടുത്ത് പോയി യോഗവിദ്യ അഭ്യസിക്കുന്നുണ്ട്. ഭഗവാൻ അവിടെ നിന്നാണ് ഭഗവാന്റെ ഉഗ്രതാപത്തെ പിന്നീട് ഭഗവാന്റെ അവതാര ജീവിത ചരിത്രത്തിലേക്ക് ഭഗവാൻ സ്വാംശീകരിച്ചെടുക്കുന്ന യോഗവിദ്യയുടെ മുറകളെല്ലാം അഭ്യസിച്ചെടുക്കുന്നത് ആ അയ്യാവ് സ്വാമികളുടെ അടുത്ത് നിന്നുള്ള ആ കഠിനമായ ആ പരിശീലനത്തിൻ്റെ വ്യായാമക്രമങ്ങൾ പിന്നീട് കൃത്യമായി ഭഗവാന്റെ ജീവിത കാലഘട്ടങ്ങളിൽ അവതാര കാലഘട്ടങ്ങളിൽ അനുഷ്ഠിച്ചാണ്.
അവിടെ അയ്യാവു സ്വാമികളുടെ അടുത്ത് നിന്നും ഈ യോഗ അഭ്യാസത്തിൻ്റെ വിദ്യകളൊക്കെ സ്വായത്തമാക്കിയതിന് ശേഷം ഭഗവാനും കുഞ്ഞൻ പിള്ള ചട്ടമ്പിയും കൂടെ വീണ്ടും അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. ആ യാത്ര ചെന്ന് അവസാനിക്കുന്നത് എവിടെയാണ്? മരുത്വാമലയിലാണ് ആ യാത്ര ചെന്ന് അവസാനിക്കുന്നത്. മരുത്വാമലയിൽ വെച്ച് കുഞ്ഞൻപിള്ള ചട്ടമ്പി ഭഗവാനെ പിള്ളത്തടം ഗുഹയിലേക്ക് വിട്ടിട്ട് കുഞ്ഞൻപിള്ള ചട്ടമ്പി മരുത്വാമല ഇറങ്ങി തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. ഭഗവാൻ നീണ്ട 5 വർഷക്കാലത്തോളം എന്ന് പറയപ്പെടുന്നു മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹയിലാണ്. ആ പിള്ളത്തടം ഗുഹയിലെ ആ തപസ്സിന്, ദീർഘമായ തപസ്സിന് ശേഷം ഇതാ ഞാനും ഈശ്വരനും ഒന്നായി തീർന്നിരിക്കുന്നു എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുള്ള ആ അവസ്ഥയിൽ എത്തിച്ചേർന്നതിന് ശേഷം കൊടിയ പരീക്ഷണങ്ങൾ നടത്തി. ഭഗവാന്റെ ആ രൂപം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഭഗവാൻ എന്താണ് അവിടെ? ശുദ്ധജലവും വെള്ളവും കാട്ടുചെടികളുടെ ഇലയും ഒക്കെ, കാട്ടുകൊടിയൻ ഇല എന്നൊക്കെ പറയുന്ന പ്രത്യേകമായ സസ്യങ്ങളുടെ ഇലയൊക്കെ പിഴിഞ്ഞാണ് ഭഗവാൻ അവിടെ കഴിഞ്ഞിട്ടുണ്ടാവുക. അസ്ഥി പഞ്ചരം പോലെയായി കാണത്തില്ലേ? ഒന്നാലോചിച്ച് നോക്കൂ. ഭഗവാന്റെ ആ രൂപം നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഭഗവാൻ ആ ഒരു കഠിന തപസ്സനുഷ്ഠിക്കുന്ന ആ ഭഗവത് സ്വരൂപത്തെ നമ്മുടെ മനസ്സിൽ നമ്മൾ ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടി. കൊടിയ വേനലില്, കൊടിയ മഴക്കാലത്ത്, പെരുമഴക്കാലത്ത്, കൊടിയ വേനലിൽ അസഹ്യമായ ചൂട് സഹിച്ച് അല്ലെങ്കിൽ അസഹനീയമായിട്ടുള്ള തണുപ്പ് സഹിച്ച് ആരോടും ഒരു വാക്ക് പോലും മിണ്ടാതെ കൊടിയ കഠിന തപസ് ചെയ്തുകൊണ്ട് ഭഗവാൻ ഞാനും ദൈവവും ഒന്നായിത്തീരുന്ന ആ അവസ്ഥയിലേക്ക്, ഭഗവാൻ സമാധിയാകുന്ന അവസ്ഥയിലേക്ക് അവിടെ ആ മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹയിൽ തപസ്സനുഷ്ഠിക്കുന്ന ആ രൂപം നമ്മുടെ മനസ്സിൽ തെളിയേണ്ടതല്ലേ? നമ്മൾ ആ രൂപം കൂടി നമ്മുടെ മനസ്സിലേക്ക് എടുക്കുക. അവിടുന്നാണ് ഭഗവാൻ സ്പഷ്ടം നിലാവങ്ങ് നീങ്ങി ദിനകരൻ ഉദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു തട്ടിത്തട്ടി പെരുക്കി പെരുവളിയതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ കഷ്ടം ദീനം പിടിച്ചോ മതിരി അത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നതിപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ മലയിറങ്ങി താഴേക്ക് വരുന്നത് ആർക്ക് വേണ്ടിയാണ്? ചിന്തിച്ചിട്ടുണ്ടോ? ഭഗവാൻ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് വിശ്രമം നടത്താം. ഇത്തരം ഞാൻ പറഞ്ഞു, കുഞ്ഞൻ ചട്ടമ്പി തമിഴ്നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. കുഞ്ഞൻ ചട്ടമ്പി ആ പോയ യാത്രയിൽ നമുക്ക് പ്രഭാഷണത്തിൻ്റെ ഈ സംസാര മധ്യേ, വർത്തമാന മധ്യേ കുഞ്ഞൻ ചട്ടമ്പിയുടെ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ കയറി വന്നാൽ നമുക്ക് കയറാം. ഭഗവാൻ മരുത്വാമലയിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നത് ശങ്കരൻ കുഴി എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്കാണ്. കേട്ടിട്ടുണ്ടോ? ശങ്കരൻ കുഴി എന്ന് പറയുന്ന ഒരു പ്രദേശം. ഭഗവാൻ നേരത്തെ അവിടെ വന്നിട്ടുണ്ട് എന്ന് ചില ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നുണ്ട്. അവിടെ ഭഗവാൻ വന്നു, ശങ്കരൻകുഴിയിലേക്ക് ഇറങ്ങി വന്നു. ആ മരുത്വാമലയിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ എൻ്റെ ജനവിഭാഗം, അവർണരെന്ന് ഇവിടെ വിളിക്കപ്പെട്ടിട്ടുള്ള ഒരു ജനവിഭാഗം തെറ്റുകളോട് പൊരുത്തപ്പെട്ട് മടുത്ത് അവർ കൊടിയ പീഡനങ്ങൾ അനുഭവിച്ച് കഴിയുകയാണ്. തെറ്റുകളോട് പൊരുത്തപ്പെടുകയാണ്. അവർ നടത്തുന്നത് ആചാരമാണ് എന്നുള്ള വിചാരത്തിൽ ഇവിടുത്തെ ഭരണാധികാരികൾ മുഴുവൻ അവരെ കൊടിയ പീഡനങ്ങളിലേക്ക്, അടിമത്തത്തിലേക്ക് തള്ളിവിടുകയാണ്. പക്ഷേ അവർ തിരിച്ചറിയുന്നില്ല. യാതൊന്നും തിരിച്ചറിയുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്കാണ് മരുത്വാമലയിൽ നിന്ന് നോക്കിക്കാണുന്ന ഭഗവാൻ ഇതാ ശങ്കരൻകുഴി പ്രദേശത്തേക്ക് ഇറങ്ങി വരുന്നത്. ശങ്കരൻകുഴി പ്രദേശത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അവിടെ ഇറങ്ങി വന്ന ഭഗവത് തൃപാദങ്ങൾ നെയ്യാറിൻ്റെ തീരത്ത് മറ്റൊരു മല കാണുന്നുണ്ട്. ആ മലയുടെ പേര് കൊടിതൂക്കിമല എന്നായിരുന്നു. അറിയാമല്ലോ കൊടിതൂക്കിമലയെക്കുറിച്ച്. കൊടിതൂക്കിമലയിലും ഭഗവാൻ പോയി തപസ്സനുഷ്ഠിക്കുകയാണ്. ആ കൊടിതൂക്കിമലയിൽ തപസ്സനുഷ്ഠിക്കുന്ന സമയത്താണ് നെയ്യാറിൻ്റെ മറുകരയിലുള്ള ഒരു ബാലൻ ഭഗവാൻ ആ ബാലൻ്റെ യാത്രാമധ്യേ, സഞ്ചാരമധ്യേ ആ ഇങ്ങേ തലയ്ക്കലുള്ള മലയുടെ മുകളിൽ ഒരാൾ രൂപം കാണുന്നതായിട്ട് തോന്നുന്നത്. ആ ബാലൻ്റെ പേര് കൊച്ചപ്പിപ്പിള്ള എന്നായിരുന്നു. ആരാണ് ആ ബാലൻ? കൊച്ചപ്പിപ്പിള്ള. കേട്ടിട്ടുണ്ടോ നിങ്ങൾ കൊച്ചപ്പിപ്പിള്ളയെക്കുറിച്ച്? കൊച്ചപ്പിപ്പിള്ള ആരായിട്ടാണ് പിന്നീട് മാറുന്നത്? ഭഗവാന്റെ പ്രഥമ ശിഷ്യനായിട്ടുള്ള
ശിവലിംഗദാസ സ്വാമികൾ. ആ കൊച്ചപ്പിപ്പിള്ള ഒരിക്കൽ തൻ്റെ ഭവനത്തിൽ നിന്നും പുറത്തേക്ക് സാധന സാമഗ്രികൾ മേടിക്കാൻ പോകുന്ന ഒരു സമയത്താണ് ഈ കൊടിതൂക്കിമലയുടെ അത്യുംഗ ശൃംഗങ്ങളിൽ ഭഗവത് തൃപ്പാദങ്ങൾ ഒരു മനുഷ്യരൂപം പോലെ കൊച്ചപ്പിപ്പിള്ളയുടെ ദൃഷ്ടിയിൽപ്പെടുന്നത്. അന്നേ ഹൃദയത്തിൽ പതിയുകയാണ്. ആ ഹൃദയത്തിൽ പതിഞ്ഞ ആ തിരുസ്വരൂപം തിരികെ വീട്ടിൽ വന്നിട്ടും ആ ഒരു സ്വരൂപം മലയുടെ മുകളിൽ കാണുന്നതായിട്ട് അറിഞ്ഞ് തൊട്ടടുത്ത ദിവസവും വീണ്ടും തപ്പിയിറങ്ങുമ്പോൾ വീണ്ടും കാണുകയാണ്. അങ്ങനെ വീണ്ടും വീണ്ടും കണ്ടു കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ഭഗവത് തൃപ്പാദങ്ങൾ കൊച്ചപ്പിപ്പിള്ളയെ അടുത്തേക്ക് വിളിക്കുകയാണ്, അടുത്തേക്ക് വരാൻ പറയുകയാണ്. അടുത്തേക്ക് വരാൻ വന്നു. അടുത്തേക്ക് ചെന്ന കൊച്ചപ്പിപ്പിള്ളിയോട് പറയുന്നത്, നമുക്ക് നല്ല ഭക്ഷണം വേണം, വിശക്കുന്നു, നമുക്ക് ഭക്ഷണം ക്രമീകരിച്ച് തരാമോ എന്ന് ചോദിക്കുകയാണ്. കൊച്ചപ്പിപ്പിള്ള വീട്ടിൽ പോയിട്ട് തിരികെ അവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് സ്വല്പം ഭക്ഷണവുമായിട്ട് ഭഗവത് തൃപ്പാദങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. ഇത് കൊള്ളാമല്ലോ, ഒട്ടും ഹിംസയില്ലാത്ത ഭക്ഷണം. എന്താണ്? കപ്പ അല്ലെങ്കിൽ മരച്ചീനി. നമ്മളിത് മനസ്സിലാക്കി വെക്കണം. നമ്മൾ പലയിടത്തും നമ്മൾ കുടുംബ പഠന ക്ലാസ്സാണ്, കുടുംബ യൂണിറ്റുകളുടെ ക്ലാസ്സാണ്. ഏറ്റവും ലളിത, ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയുന്നത്, നിങ്ങൾ ഓതറക്കാരാണ്, ഞാനൊരു കൂരോപ്പടക്കാരനാണ്. ഞാൻ കൂരോപ്പട ശാഖയുടെ ഒരു സെക്രട്ടറിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ പ്രഭാഷണങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ഈ പ്രിയപ്പെട്ട അമ്പിളിയെയും അനീഷിനെയും ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് സാന്ദർഭികമായിട്ടൊന്ന് പറയുകയാണ്. 2020 ഇവർ ഈ ഗുരുപദം TV എന്ന് പറയുന്ന ഒരു ചാനലുണ്ടല്ലോ, ഇന്ന് നമ്മുടെ ശ്രീനാരായണ ധർമ്മപ്രചരണത്തിൻ്റെ അത്യുംഗ ശൃംഗമായിട്ടുള്ള എവറസ്റ്റ് കൊടുമുടി പോലെ അങ്ങേയറ്റം ഉയരങ്ങളിൽ നിൽക്കുന്ന ആ ധർമ്മപ്രചരണ വേദിയാണ് ഗുരുപദം TV എന്ന് പറയുന്നത്. ആ ഗുരുപദം TVയുടെ തുടക്കകാലമാണ് ഇവരിങ്ങനെ തുടങ്ങിയിരിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ച ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രം. അതിലെ ഒരു പഠന ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് ആദ്യമായിട്ട് അന്നാണ് ഞാൻ അനീഷിനെ വിളിക്കുന്നത്. അനീഷ് ഇങ്ങനെ ആളുകളുടെയൊക്കെ പ്രഭാഷണങ്ങൾ എടുത്ത് ഇങ്ങനെ യൂട്യൂബിലൊക്കെ കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ അനീഷിനോട് ഞാൻ പറയുകയാണ്, അനീഷെ, ഞങ്ങളിങ്ങനെ കോട്ടയത്തൊരു ശ്രീനാരായണ ധർമ്മപഠന കേന്ദ്രം എന്ന് പറയുന്ന ഒരു പഠന വിഭാഗമുണ്ട്. ഞങ്ങളുടെ കുറച്ച് കൂട്ടുകാരന്മാർക്ക്, എനിക്ക് പറയാൻ വേണ്ടിയല്ല, ഞങ്ങളുടെ കുറച്ച് കൂട്ടുകാരുണ്ട്, ആ കൂട്ടുകാർക്കൊക്കെ ഇങ്ങനെ പറയണമെന്ന് അവരാഗ്രഹം പറയുന്നു, അനീഷിനൊന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അനീഷ് വളരെ സ്നേഹത്തോടു കൂടി, ഗുരുവാണ് കേട്ടോ, ഗുരുവിൻ്റെ പ്രവർത്തനമാണ്, അനീഷിനെ അല്ലെങ്കിൽ അറിയാനോ കാണാനോ ഉള്ള ഒരു സാധ്യതയും നമ്മൾക്കിടയിലില്ല. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വിളിച്ചു കഴിഞ്ഞപ്പോൾ അനീഷ് അങ്ങനെയെങ്കിൽ എന്താ ചേട്ടാ വരുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാഗമ്പടം ക്ഷേത്രം കേട്ടിട്ടുണ്ടല്ലോ, നാഗമ്പടം ക്ഷേത്രത്തിലേക്ക് ഒരു ദിവസത്തേക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നാഗമ്പടത്തേക്ക് വരികയാണ്. അതിനുവേണ്ടി ഞങ്ങളുടെ പഠന കേന്ദ്രത്തിൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള ഇന്നിപ്പോൾ SNDP യോഗം കോട്ടയം യൂണിയനിലെ ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിൻ്റെ ചെയർമാനായിട്ടുള്ള ശ്രീ AB പ്രസാദ് കുമാർ സാറിനെ കൊണ്ട് അനീഷിനുമായിട്ട് സംസാരിച്ചതിന് ശേഷം അനീഷിനെ അവിടേക്ക് വിളിച്ചു വരുത്തുകയാണ്. അനീഷിനെ അവിടേക്ക് വിളിച്ചു വരുത്തിയപ്പോൾ ഞങ്ങളുടെ പഠന ക്ലാസ്സിൽ ഉണ്ടായിരുന്ന 3-4 സഹോദരിമാർ, സുഹൃത്തുക്കൾ ഒക്കെ പ്രഭാഷണം അവതരിപ്പിച്ച് അതൊക്കെ വീഡിയോ ആയിട്ട് അരമണിക്കൂറായിട്ടുള്ള വീഡിയോ ഒക്കെ ആയിട്ട് അനീഷ് അത് പോസ്റ്റൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് 2025 വന്നപ്പോൾ നമ്മുടെ കഥ പറയുമ്പോൾ സിനിമയ്ക്കകത്തെ കാര്യം പറയുന്ന പോലെയാണ്. അനീഷ് മമ്മൂട്ടിയെ പോലെ ഈ ഗുരുപദം TV അങ്ങ് ഉയരങ്ങളിലേക്ക് പോവുകയാണ്. അടിപൊളിയായിട്ട് നല്ല ഇതായിട്ട്, കാരണം ആ ഒരു രീതിയിൽ നിൽക്കുമ്പോഴാണ് ഈ നമ്മൾ ബാർബറാം ബാലൻ ആയിട്ട് ഈ അനീഷിനെ ഇനി എങ്ങനെ കാണും, അനീഷിനെ എങ്ങനെ എന്ന് മിണ്ടാൻ പറ്റും എന്നുള്ള രീതിയിൽ കഥയിൽ ഇങ്ങനെ ഒരു ദിവസം പാമ്പാടിയിൽ ഇരിക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസം 12-ാം തീയതി രാജീവേട്ട ഇങ്ങനൊരു പരിപാടി പഠന ക്ലാസ് ആയിട്ടുണ്ട്, വരാൻ പറ്റുമോ എന്ന് ചോദിച്ച് വിളിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പം നിങ്ങൾക്ക് ഈ കസേരയൊക്കെ ഇരിക്കുന്നതായിട്ട് അവിടുന്ന് അനീഷും അമ്പിളിയും മറ്റ് കൂട്ടുകാരും ഒക്കെ ഇങ്ങനെ കസേരയൊക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ ഞാനും പോയി കസേരയൊക്കെ എടുക്കാനായിട്ട് കൂടി. കാരണം ഞാൻ ശാഖാ സെക്രട്ടറിയാണ്. നമുക്ക് അറിയാം ഇത് എങ്ങനെ ഈ പ്ലാറ്റ്ഫോം നിരത്തുക എന്ന് പറയുന്നതാണ്. നമ്മൾ പറയുന്നതിലപ്പുറമാണ് ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. പ്ലാറ്റ്ഫോം ചുവരുണ്ടെങ്കിലേ അല്ലേ? അപ്പോൾ ഈ പ്ലാറ്റ്ഫോം ക്രമീകരണമാണ് ഏറ്റവും വലിയ ധർമ്മപ്രചരണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ശാഖാപ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ, സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഈ പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മൾ നടത്തുന്ന പരിപാടികൾ അതിമനോഹരമായി ആളുകൾക്ക് പ്രയോജനകരമായി തീരണമെന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ ആളുകളും അങ്ങനെ ചെയ്യുമ്പോഴാണ് ധർമ്മപ്രചരണത്തിന് മാനങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് നമുക്ക് ധർമ്മപ്രചാരകരെ വേണമെന്നുള്ള ഗുരുവിൻ്റെ സന്ദേശം അന്വർത്ഥമാകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഒട്ടും ഹിംസയില്ലാത്ത ഭക്ഷണത്തിലാണ്. ഒട്ടും ഹിംസയില്ലാത്ത ഭക്ഷണം എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഒന്നുകൂടി പറയുകയാണ്, കപ്പ അല്ലെങ്കിൽ
മരച്ചീനി, വേറെ ഏത് ഭക്ഷണമാണെങ്കിലും ഒടിച്ചു കുത്തിയാൽ ചിലപ്പോൾ അതിൽ നിന്ന് അടുത്ത സന്താനമുണ്ടാകും. മനസ്സിലായോ? കപ്പ കൊണ്ട് കുത്തിവെച്ചാൽ അടുത്ത കപ്പക്കിഴങ്ങ് കിട്ടുമോ? കപ്പ തണ്ടല്ലേ കുഴിച്ചു വെക്കുക. അതാണ് ഭഗവാൻ പറഞ്ഞത്. അങ്ങനെയാണ് ഭഗവാന്റെ നമ്മൾ പറഞ്ഞു വന്നത്. കപ്പയെ പിടിച്ച് നമ്മുടെ സമയം കളയേണ്ട, കപ്പ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോക്ക, അത് തീർന്നിട്ടേ പിന്നെ നമ്മൾ അടങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ കപ്പയെ പിടിച്ച് സമയം പോകണ്ട, അത് ഭഗവാന് കൊടുത്തുകൊണ്ട് പ്രഥമ ശിഷ്യനായിട്ടുള്ള ശിവലിംഗദാസ സ്വാമികൾ കൊച്ചപ്പിള്ള ഭഗവാന്റെ അടുത്തേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ഭഗവാന്റെ അടുത്ത് അരുവിപ്പുറത്ത് ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന ഒരു കാലത്താണ് ഒരിക്കൽ പുലിവാതിക്കൽ എന്ന് പറയുന്ന ആ ശങ്കരൻകുഴി പ്രദേശത്തെ ഒരു പ്രമുഖ തറവാടായിട്ടുള്ള ഒരു തറവാട്ടിലെ കാർന്നോർ വന്ന് ഭഗവാൻ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാറപ്പുറത്ത് വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് വേണ്ടി വരുന്നത്. അപ്പോൾ ആ പുലിവാതിക്കലെ കാർന്നവരോട്, ആ ഗൃഹനാഥനോട് ഭഗവാൻ ചോദിക്കുന്നുണ്ട്, നാമും വരട്ടെ കാണാമല്ലോ എന്നുള്ള ഒരു ഉദ്യമത്തിലാണ്. ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് തൃപ്പാദങ്ങളെ, ഭഗവാൻ വന്നാൽ അടിയന് വലിയ സന്തോഷമായിരിക്കും, കൂടെ വന്നാൽ സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുലിവാതിക്കലെ ഈ കാർന്നോരുടെ ഒപ്പം ഗൃഹനാഥൻ്റെ ഒപ്പം ക്ഷേത്ര ദർശനത്തിനായിട്ട് ഭഗവത് തൃപ്പാദങ്ങളും പോവുകയാണ്. സ്വല്പദൂരം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ ക്ഷേത്രങ്ങൾക്കൊക്കെ അടുത്തേക്ക് നമുക്ക് ചെല്ലാവുന്ന ഒരു പരിധിയുണ്ട്. ആ പരിധി എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഭഗവത് തൃപ്പാദങ്ങൾ മറ്റൊരു വിശ്രമ സ്ഥലത്തേക്ക് കയറിയിരിക്കുകയാണ്. ഞാനിവിടെ ഇരിക്കാം, ഇനി അങ്ങ് പോയിട്ട് വരൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഈ കാർന്നവർ ക്ഷേത്ര ദർശനത്തിനായി പോകുന്നു. കരുതി വെച്ചിരിക്കുന്ന നിവേദ്യങ്ങൾ, ദക്ഷിണ, കാണിക്ക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ കൊണ്ടുപോയി ഒരു പീഠത്തിൽ സമർപ്പിക്കുകയാണ്. പീഠത്തിൽ സമർപ്പിച്ചിട്ട് ഒരു മരച്ചുവട്ടിൻ്റെ തണലിലേക്ക് മാറി ഒളിച്ചു നിൽക്കുകയാണ്. ഭഗവാൻ ഒരു പാറപ്പുറത്ത് നിന്ന് നിശബ്ദമായി ഇതെല്ലാം കാണുകയാണ്. ആ പാറപ്പുറത്തിരുന്ന് കാണുന്ന ഭഗവാൻ നോക്കുമ്പോൾ ഈ പുലിവാതിക്കലെ കാർന്നവർ കൊണ്ടുവച്ച കാണിക്കയും നിവേദ്യങ്ങളുമെല്ലാം സ്വല്പനേരത്തെ കാത്തിരിപ്പിന് ശേഷം ആ ക്ഷേത്ര കവാടത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആ ആചാര്യ രൂപമുള്ള ആ ഒരു സവർണൻ ആ വസ്തുവകകൾ ഏറ്റെടുത്തുകൊണ്ട് അകത്തേക്ക് പോവുകയും അതിനും ഏറെ നേരം കഴിഞ്ഞതിന് ശേഷം പ്രസാദമായി സ്വല്പം ചന്ദനവും പൂവുമായിട്ട് തിരികെ വരികയും അതൊരു മറ്റൊരു പാറപ്പുറം ലക്ഷ്യമാക്കി എറിയുകയും ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ ഈ മരത്തിൻ്റെ മറവിൽ നിന്നിരുന്ന പുലിവാതിക്കലെ ഗൃഹനാഥൻ തൻ്റെ മേൽമുണ്ടുമായിട്ട് അത് താഴെ വീഴാതെ പിടിക്കുന്നതിന് വേണ്ടി ഒരു കായിക അഭ്യാസിയുടെ അഭ്യാസ പാടവത്തോടു കൂടി പോയി ആ പ്രസാദം തൻ്റെ മേൽമുണ്ടിലേക്ക് സ്വീകരിച്ചെടുക്കുകയാണ്. ഇതൊക്കെയായിട്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഭഗവാന്റെ അടുത്തേക്ക് വരുന്നത്. ഭഗവാന്റെ അടുത്തേക്ക് വരുമ്പോൾ ഭഗവാൻ ഒരു മന്ദഹാസത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, എന്തിന്? ആ ചോദ്യമാണ് കേട്ടോ, ആ ചോദ്യമാണ് കേരള നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിന് നിദാനമായ ആ ചോദ്യം. എന്തിനിതിന് പോകുന്നു? ഞങ്ങൾക്ക് ആരാധിക്കണം സ്വാമി, ഞങ്ങൾക്ക് ദൈവാരാധന നടത്തുവാൻ യാതൊരു മാർഗവുമില്ല, ക്ഷേത്രങ്ങളിൽ പ്രവേശനമില്ല സ്വാമി, ഈശ്വരന്മാരെ ഞങ്ങളിൽ നിന്നും അകറ്റി നിർത്തിയിരിക്കുന്നു, ദൈവം ഞങ്ങളിൽ നിന്നും അകലെയാണ്. അങ്ങനെയെങ്കിൽ നാം നിങ്ങൾക്കൊരു ക്ഷേത്രം നൽകട്ടെ. സന്തോഷമായിരിക്കും സ്വാമി. അങ്ങനെ അരുവിപ്പുറത്തെ ശങ്കരൻകുഴി പ്രദേശം എന്ന് പറയുന്ന ഗുരു പിന്നീട് നാമകരണം ചെയ്ത അരുവിപ്പുറത്തിന്റെ ആ നെയ്യാറിന്റെ തീരത്തിലേക്ക് ഈ ഗൃഹനാഥനെയും കൂട്ടി വരികയാണ്. അപ്പോ കൊച്ചപ്പിള്ളയുണ്ട്. കുറച്ചധികം ആളുകളിലേക്ക് നാണിയാശാൻ എന്ന് പറയുന്ന ഭഗവാന്റെ മറ്റൊരു ഗൃഹസ്ഥാശ്രമി അവിടെയുണ്ട്. ഈ ഒന്ന് രണ്ട് ആളുകളെയൊക്കെ കൂട്ടിക്കൊണ്ട് ഭഗവാൻ അവിടെ ക്രമീകരണങ്ങൾക്കായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുകയാണ്. അവിടെ തൊട്ടടുത്ത ശിവരാത്രി നാളിൽ, അതായത് 1888 ആ മഹാശിവരാത്രി നാളിനോടനുബന്ധിച്ച് ഭഗവാൻ ഈ ആളുകളോട് പറയുകയാണ്, ഒരു പാറപ്പുറത്തെ പീഠമാക്കിക്കൊണ്ട് അവിടെ കുറച്ച് കുരുത്തോലകളും നാഗസ്വരങ്ങളും പഞ്ചാക്ഷരി മന്ത്രങ്ങളും ഒക്കെ മുഖരിതമാകുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഭഗവാൻ അവരോട് പ്രാർത്ഥനാപൂർവം കർമ്മനിരതനാകുവാനായിട്ട് പറയുകയാണ്. എന്നിട്ട് ഭഗവാൻ ശങ്കരൻകുഴിയിലെ അഗാധ ഗർത്തത്തിലേക്ക് പോവുകയാണ്. ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ യുക്തിയും കൂടി ചിന്തിച്ച് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതൊരു ഫെബ്രുവരി മാസമാണ്, വേനൽക്കാലത്തിൻ്റെ ആരംഭമാണ്. നെയ്യാറ് കുത്തി ഒഴുകുകയൊന്നും ആയിരിക്കാം.
നമ്മൾ കഥപുസ്തകങ്ങളിലൊക്കെ വായിക്കുമ്പോൾ അല്ലെ ഭഗവാന്റെ ചരിത്ര പുസ്തകങ്ങളിലേക്കൊക്കെ വായിക്കുമ്പോൾ കുത്തി ഒഴുകുന്ന നെയ്യാറെന്നൊക്കെ പറഞ്ഞാണ് ചിലപ്പോൾ നമ്മൾ വായിക്കുന്നത്. പക്ഷേ അത് അത്ഭുതമായിരിക്കും. നമ്മൾ ചിന്തിച്ചു നോക്കുക, ഫെബ്രുവരി മാസമാണ്, ശിവരാത്രി നടക്കുന്ന ഫെബ്രുവരി മാർച്ച് കാലങ്ങളിലാണ്. അന്ന് വേനൽക്കാലത്തിൻ്റെ ഒരു കാലഘട്ടമായിരിക്കും. നെയ്യാറിൽ ശങ്കരൻ കുഴി ഉണ്ടാവും, ശങ്കരൻ കുഴി നിറച്ചും ജലമുണ്ടാവും. അഗാധമായിട്ടുള്ള ഗർത്തത്തിലേക്ക് ഭഗവാൻ ആഴ്ന്നിറങ്ങി. ആഴ്ന്നിറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് ഒരു ശിലാഖണ്ഡവുമായി ഉയർന്നു വന്ന് ഭഗവാന്റെ തപസ്സുമായി ആ ശിലാഖണ്ഡത്തെ ചേർത്ത് ഭഗവാൻ ഈ പാറപ്പുറത്ത് പഞ്ചാക്ഷരി മന്ത്രങ്ങൾ മുഖരിതമായ ആ പാറപ്പുറത്ത് ഭഗവാൻ കൊണ്ടുവന്ന ആ ശിലയെ മറ്റൊരു ശിലയുമായി ചേർത്ത് വെക്കുമ്പോൾ ആ ചേർത്ത് വെച്ച ശിലയ്ക്ക് ഇന്ന് 137 വർഷമായി. ഭഗവാന്റെ 32ാമത്തെ വയസ്സിലാണ് ഭഗവാൻ തൃപ്പാദങ്ങൾ അരുവിപ്പുറത്ത് ഈ തൃപ്പാദ പ്രതിഷ്ഠകൾ അവിടെ ആ ശിവലിംഗത്തെ പ്രതീക്ഷിച്ചതെങ്കിൽ ആ 32 വയസ്സുള്ള ഭഗവാനെ നമ്മുടെ മനസ്സിലാർക്കും ഒരു തിരുസ്വരൂപമായി കാണാൻ പറ്റുന്നില്ല. കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? 137 വർഷമായി ഒരിളക്കം പോലും പറ്റിയിട്ടില്ല. ഒരു കടുകുമണി വ്യത്യാസം അവിടെ സംഭവിച്ചിട്ടില്ല. 12 വർഷങ്ങൾ കൂടുമ്പോൾ ഇവിടെ ഓരോ ബിംബപ്രതിഷ്ഠകളും പുനഃപ്രതിഷ്ഠകൾ നടത്തുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെ? 12 വർഷങ്ങളാണ് ഒരു പ്രതിഷ്ഠയ്ക്ക് കാലയളവ് പറഞ്ഞിരിക്കുന്നത്. ഇതാ 137 വർഷമായി. ലോക അത്ഭുതങ്ങളിൽ പെടേണ്ടതല്ലേ? എന്തുകൊണ്ട് പെടുന്നില്ല? ചിന്തിച്ചിട്ടുണ്ടോ? പ്രചരണമില്ല. പ്രചരിപ്പിക്കാൻ നമുക്ക് സാധ്യമാകുന്നില്ല. അതാണ് വസ്തുത. നമുക്ക് ധർമ്മപ്രചാരകരെ വേണം. ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാ, പ്രചരണം വേണം. നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ, നിങ്ങൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ചുമ്മാ ചിന്തിച്ചു നോക്കുക. എൻ്റെ ഭഗവാൻ ആ 32ാമത്തെ വയസ്സിൽ ഒരു ശില, ആ ശങ്കരൻ കുഴിയിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ശില മറ്റൊരു ശിലയോട് ചേർത്ത് വെക്കുമ്പോൾ ആ ഭഗവാന്റെ ദിവ്യ സ്വരൂപം എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കുമോ? എന്ത് നമ്മളാരും ചിന്തിക്കാത്തത്? വളരെ ലളിതമായ കാര്യമല്ലേ? സങ്കീർണതകളൊന്നുമില്ലാത്ത കാര്യമാണ്. അവിടെ ഭഗവാൻ ആ ശിവപ്രതിഷ്ഠ നടത്തി. ഭഗവാൻ ശിവപ്രതിഷ്ഠ നടത്തിയതിന് ശേഷം ഭഗവാന്റെ അടുത്തേക്ക് കുറച്ച് ശിഷ്യന്മാർ വരുന്നുണ്ട്. ഭഗവാന്റെ അരുവിപ്പുറത്തെ ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ ശിവലിംഗദാസ സ്വാമികൾ, ആയിരുന്നതിന് മുമ്പുള്ള കൊച്ചപ്പിപ്പിള്ള, അരുമാനൂർ നാണു എന്ന് പറയുന്ന, പിന്നീട് നിശ്ചൽദാസ് സ്വാമികൾ എന്നറിയപ്പെടുന്ന ഭഗവാന്റെ സന്യസ്ത ശിഷ്യൻ, നാരായണ പിള്ള എന്നറിയപ്പെടുന്ന, പിന്നീട് ചൈതന്യസ്വാമികൾ എന്നറിയപ്പെടുന്ന ഭഗവാന്റെ ശിഷ്യൻ തിരുവനന്തപുരംകാരനാണ്. കായിക്കരക്കാരൻ കുമാരു, ഡോക്ടർ പൽപ്പു, ഭൈരവൻ ശാന്തികൾ, ആലുവാക്കാരനായിട്ടുള്ള ശങ്കരൻ, ഇങ്ങനെ കുറച്ച് ആളുകളാണ് ഭഗവാന്റെ ആദ്യ അരുവിപ്പുറം ശിഷ്യന്മാരായിട്ട് വരുന്നത്. അതിനകത്ത് ഈ ഭൈരവൻ ശാന്തികൾ ഭഗവാന്റെ അടുത്തേക്ക് വരുന്ന ഈ ശിഷ്യന്മാരെ നമ്മൾ മനസ്സിലാക്കണം. കൊച്ചപ്പിപ്പിള്ള എന്ന് പറയുന്ന ശിവലിംഗദാസ സ്വാമികൾക്ക് അരുവിപ്പുറം പ്രതിഷ്ഠാനന്തരമായിട്ടുള്ള ആ കാലഘട്ടത്തിൽ കൊച്ചപ്പിപ്പിള്ളയ്ക്ക് പ്രായം ഏകദേശം 20-22 വയസ്സ് വരെയാണ്. ഭഗവാന്റെ ഒപ്പം 14-15 വയസ്സിൽ കൂടുന്നതാണ്. ഈ ചൈതന്യസ്വാമികളായിട്ടുള്ള നാരായണ പിള്ള ഭഗവാന്റെ അടുത്തേക്ക് വരുമ്പോൾ പ്രായം 14-16 വയസ്സാണ്. ഭൈരവൻ ശാന്തികൾക്ക് മാത്രമാണ് സ്വല്പം പ്രായക്കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. ഭൈരവൻ ശാന്തികൾ എത്തുന്നത്, ഭൈരവൻ ശാന്തികൾ ഒരു നെയ്ത്ത് വിദഗ്ധനായിരുന്നു. ഒരു നെയ്ത്ത് പണിയിൽ വളരെ വിദഗ്ധനായിട്ടുള്ള ആളായിരുന്നു ഭൈരവൻ ശാന്തികൾ. ഭൈരവൻ ശാന്തികൾക്ക് ഒരു പ്രണയമുണ്ടായിരുന്നത് തൻ്റെ സമൂഹം അല്ലെങ്കിൽ തൻ്റെ സമുദായം അംഗീകരിക്കാത്ത ഒരു പ്രണയമായിരുന്നു. തന്നേക്കാൾ താഴ്ന്നതെന്ന് അന്ന് തെറ്റിനോട് പൊരുത്തപ്പെട്ട് ജീവിച്ച് ആ സമൂഹം വിശ്വസിച്ചിരുന്ന ഒരു പ്രണയമായിരുന്നു. ഒരു പുലയ സ്ത്രീയുമായിട്ടുള്ള പ്രണയമായിരുന്നു. വീട്ടുകാർ അതിന് അനുവാദം കൊടുത്തില്ല. അനുവാദം കൊടുക്കാതെ വന്നപ്പോൾ വളരെ വിഷമത്തോടു കൂടി ഭൈരവൻ ശാന്തി ആകുന്നതിന് മുമ്പുള്ള ഭൈരവൻ ഇങ്ങനെ കാലങ്ങൾ നീക്കി അവസാനം ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ അടുത്തേക്ക് വരുന്നു. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഗുരുദേവ തൃപ്പാദങ്ങൾ നാം വീട്ടുകാരോട് സംസാരിക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഭൈരവൻ ശാന്തികളാകുന്നതിന് മുമ്പുള്ള ഭൈരവൻ പറയുന്നു, സമയം ഏറിപ്പോയിരിക്കുന്നു, പ്രായം ഇച്ചിരി ഏറിക്കഴിഞ്ഞിരിക്കുന്നു, അങ്ങ് എന്നെ സ്വാമികളുടെ കൂട്ടത്തിൽ കൂട്ടണം എന്ന് പറഞ്ഞ് വളരെ നിർബന്ധം പിടിക്കുന്നു. അങ്ങനെ സ്വാമികളുടെ കൂട്ടത്തിൽ കൂടുകയാണ്.
പുസ്തകങ്ങളിലുള്ളതാണ് കേട്ടോ, പുസ്തകങ്ങളിൽ വായിച്ചിട്ടുള്ളതാണ്. അങ്ങനെ സ്വാമികളുടെ കൂട്ടത്തിലേക്ക് കൂടുന്നു. ഈ നാരായണ പിള്ള എന്ന് പറയുന്ന ആളുകൾ, ഞാൻ ആദ്യം പറഞ്ഞ ഗുരുദേവ തൃപ്പാദങ്ങളുടെ സതീർത്ഥ്യനായിട്ടുള്ള ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനായിട്ട് പോയ ആളാണ്. നാരായണ പിള്ള എന്ന് പറയുന്ന ആളുകൾ ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനായിട്ട് പോയി ചട്ടമ്പി സ്വാമികളോട് പറയുന്നുണ്ട്, ചട്ടമ്പി സ്വാമികളെ, നമുക്ക് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ചെയ്യുന്നത് പോലെ സാമൂഹിക നവോത്ഥാന പരിവർത്തനം നായർ സമുദായ അംഗങ്ങൾക്കിടയിൽ നടത്തണം. നാരായണ പിള്ളയാണ് അല്ലേ? നാരായണ പിള്ള നായർ സമുദായ അംഗങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ നവോത്ഥാന പ്രക്രിയകൾ നമുക്കിവിടെ സൃഷ്ടിക്കണമെന്ന് പറഞ്ഞ് ചട്ടമ്പി സ്വാമികളോട് പറയുന്നുണ്ട്. വളരെ രൂക്ഷമായ ഭാഷയിലാണ് ചട്ടമ്പി സ്വാമികൾ അതിന് മറുപടിയായി ശകാരമായി ഈ നാരായണ പിള്ളയ്ക്ക് കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ നാരായണ പിള്ള ചട്ടമ്പി സ്വാമികളോട് പറയുന്നത്, അങ്ങനെയെങ്കിൽ അങ്ങ് എന്നെ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ അടുത്തേക്ക്, നാരായണ ഗുരുസ്വാമിയുടെ അടുത്തേക്ക് പോകാൻ അനുവദിക്കണം എന്ന് പറയുന്നു. ചട്ടമ്പി സ്വാമികൾ അതിന് മറുപടിയായി, അങ്ങനെയെങ്കിൽ നീ പൊക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് നാരായണ പിള്ളയെ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ അടുത്തേക്ക് വിടുന്നത്. അരുവിപ്പുറത്തേക്ക് എത്തുകയാണ്. അരുവിപ്പുറത്തേക്ക് നാരായണ പിള്ള തൻ്റെ ഗുരുനാഥനായ പത്മനാഭൻ എന്ന് പറയുന്ന നാരായണ പിള്ളയുടെ ഗുരുനാഥനുമായിട്ടാണ് അരുവിപ്പുറത്തേക്ക് എത്തുന്നത്. അരുവിപ്പുറത്തേക്ക് എത്തുമ്പോൾ അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ഇല്ലായിരുന്നു. ആ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ അരുവിപ്പുറത്ത് ഇല്ലായിരുന്ന ആ സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്നത് കൊച്ചപ്പിപ്പിള്ളയായിരുന്നു. കൊച്ചപ്പിപ്പിള്ളയും നാരായണ പിള്ളയും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് പ്രത്യേകമായ ഒരു സന്തോഷം തോന്നി. അതിനുള്ള കാരണം എന്തായിരിക്കും? അപ്പോൾ ആ സന്തോഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാരായണ പിള്ള കൊച്ചപ്പിപ്പിള്ളയോട് കാര്യങ്ങളൊക്കെ പറയുന്നു. കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൊച്ചപ്പിപ്പിള്ളയ്ക്ക് ഈ നാരായണ പിള്ളയിൽ പ്രത്യേകമായിട്ടുള്ള ഒരു താല്പര്യം തോന്നിക്കൊണ്ട് നാരായണ പിള്ളയെ കൊച്ചപ്പിപ്പിള്ള തൊട്ടടുത്ത് ഗുരുദേവൻ നാണിയാശാൻ എന്ന് പറയുന്ന ഗുരുവിൻ്റെ ഒരു ഭക്തൻ്റെ ഗൃഹസ്ഥൻ്റെ വീട്ടിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ ചെന്ന് ഈ ഗുരുദേവ തൃപ്പാദങ്ങളുമായിട്ട് ഈ നാരായണ പിള്ളയുമായിട്ടുള്ള സംഭാഷണവും സംവാദങ്ങളുമൊക്കെ നടത്തി ഗുരുവിനോട് ആവശ്യങ്ങളൊക്കെ പറയുന്നു. ഗുരു പറയുന്നു, വീട്ടിൽ പോകുക, പഠിക്കുക എന്ന് പറയുന്നു. നാരായണ പിള്ളയെ തിരിച്ച് വീണ്ടും തൻ്റെ ഗുരുനാഥൻ്റെ ഒപ്പം, പത്മനാഭപിള്ള എന്ന് പറയുന്ന തൻ്റെ ഗുരുനാഥൻ്റെ ഒപ്പം വീണ്ടും തിരികെ മടക്കി അയക്കുന്നു. മടക്കി അയച്ച നാരായണ പിള്ള വീണ്ടും വന്ന് ഉപരിപഠനം, സംസ്കൃത പഠനമൊക്കെ നടത്തുന്നു. സംസ്കൃത പഠനമൊക്കെ നടത്തിയതിന് ശേഷം പിന്നീട് ഒരു തീർത്ഥാടനമായിട്ട് ഭാരത പര്യടനം നടത്തുവാനായിട്ട് പോകുന്നു. അങ്ങനെ കാശി രാമേശ്വരമൊക്കെ ചുറ്റിക്കറങ്ങി രാമേശ്വരത്ത് നിന്ന് തീർത്ഥജലങ്ങൾ തീർത്ഥം സ്വീകരിച്ചുകൊണ്ട് ഈ നാരായണ പിള്ള വീണ്ടും തിരികെ അരുവിപ്പുറത്തേക്ക് വരുന്നു. അരുവിപ്പുറത്തേക്ക് വന്ന് ഗുരുവിൻ്റെ പാദസ്നാനം നടത്തുന്നു. ഗുരുവിൻ്റെ പാദാഭിഷേകം, രാമേശ്വരത്ത് നിന്ന് കൊണ്ടുവന്ന തീർത്ഥം കൊണ്ടുവന്ന് ഗുരുവിൻ്റെ പാദസ്നാനം, പാദാഭിഷേകം നടത്തി ആ തീർത്ഥജലം നാരായണ പിള്ള കുടിക്കുന്നു. ബാക്കി വന്ന തീർത്ഥജലവുമായി നാരായണ പിള്ള തൻ്റെ നായർ തറവാട്ടിലേക്ക് പോകുന്നു. തൻ്റെ കുടുംബാംഗങ്ങളെ മുഴുവൻ ആ തീർത്ഥം കുടിപ്പിക്കുന്നു. ആ തീർത്ഥം കുടിപ്പിച്ചതിന് ശേഷം വീണ്ടും ഗുരുവിൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പോഴും വീണ്ടും ഗുരുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഗുരു മന്ദഹാസത്തോടു കൂടി മടങ്ങിപ്പോകൂ എന്ന് തന്നെ പറയുന്നു. അതിനുശേഷം വീണ്ടും മടങ്ങിപ്പോയിട്ട് വീട്ടുകാരുടെയൊക്കെ അനുവാദത്തോടുകൂടി വീണ്ടും തിരികെ വരികയാണ് നാരായണപിള്ള. ആ നാരായണപിള്ള ഗുരുവിൻ്റെ അടുത്തേക്ക് വന്ന് ഗുരുസവിധത്തിലേക്ക് വന്ന് പിന്നെ ചേരുകയാണ്. അപ്പോൾ കൊച്ചപ്പിപ്പിള്ളയും നാരായണപിള്ളയുമായി ഭൈരവൻ ശാന്തിയായി. ഈ സമയത്താണ് കായിക്കരക്കാരൻ കുമാരുവും ഗുരുവിൻ്റെ അടുത്തേക്ക് വന്നു ചേരുന്നത്. കായിക്കരക്കാരൻ കുമാരു വന്ന ചരിത്രവും കോലത്തുകരയും ഒക്കെ നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള കാര്യമാണ്. ആ ചരിത്രത്തിലേക്ക് കുമാരു ഇവിടെ വന്നു ചേരുന്നു. വന്നു ചേർന്ന ഈ ശിഷ്യന്മാരെ മുഴുവൻ, ഗുരുവിൻ്റെ ഒപ്പമുണ്ടായിരുന്ന ശിഷ്യന്മാരെ മുഴുവൻ, അരുവിപ്പുറത്ത് ചേർന്ന് വന്നിട്ടുള്ള ശിഷ്യന്മാരെ മുഴുവൻ ഗുരു പിന്നീട് ഉപരിപഠനത്തിന് അയക്കുന്നു. തൃപ്പാദങ്ങളിൽ ചെയ്യുന്ന കർത്തവ്യം എന്ന് പറയുന്നത് ഇവരെ വീണ്ടും പഠിക്കുവാനായിട്ട് വിടുകയാണ്. കുമാരുവിനെ ആരുടെ അടുത്തേക്കാണ് വിടുന്നത്? കേരള ചരിത്രത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ സ്പോൺസറാണ് ഡോക്ടർ പൽപ്പു എന്ന് പറയുന്നത്. നമുക്കറിയില്ല, നമ്മുടെ കുട്ടികൾക്കറിയില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം, നമ്മൾ ഈ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാമങ്ങളിലും ചുറ്റോട് ചുറ്റുമുള്ള പ്രദേശങ്ങളിലുമെല്ലാം ഫ്ലെക്സ് ബോർഡുകളാണ്. എന്തിൻ്റെയാ? നമ്മുടെ മക്കളുടെ പടവാ. പക്ഷേ റാങ്ക് കിട്ടിയതിൻ്റെ പേരിൽ തല്ലുകൊണ്ടയാളാണ്. ഫ്ലെക്സ് ബോർഡ് ഇല്ലായിരുന്നു, റാങ്ക് കിട്ടിയതിൻ്റെ പേരിൽ. നമ്മൾ ആലോചിച്ച് നോക്കണം. 1800 ഗുരുവിൻ്റെ ആ 1880 1895 കാലഘട്ടങ്ങളിൽ ഡോക്ടർ പൽപ്പു ആകുന്നതിന് മുമ്പുള്ള പത്മനാഭ പൽപ്പു ഫെർണാണ്ടസ് സാഹിബിൻ്റെ അടുത്ത് നിന്നാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്.
ഇംഗ്ലീഷിൽ മെട്രിക്കുലേഷൻ പരീക്ഷ പാസ്സാകുമ്പോൾ റാങ്കോട് കൂടിയാണ് പാസ്സായത്. ഫ്ലെക്സ് ബോർഡുകളും സോഷ്യൽ മീഡിയയും ഇല്ലാത്ത കാലത്ത് ഫുൾ A+ നേടിയ ആളാണ്. എല്ലാത്തിനും ഫുൾ A+ ആണ്. പക്ഷേ ഫുൾ A+ കയറിയിട്ട് നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താണ് മറുപടി പറഞ്ഞത് ഭരണാധികാരികൾ? എന്ത് പോട്ടെ, വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ഇംഗ്ലീഷ് പഠിച്ചിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് പഠിച്ചിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഡോക്ടർ പൽപുവിൻ്റെ സഹോദരൻ്റെ പേര് വേലായുധൻ എന്നാണ്. ഇംഗ്ലീഷ് ആക്സെൻറ്റിൽ ലാ ഇല്ല, ഫോണറ്റിക്സിൽ ലാ ഇല്ല. അപ്പോൾ വേലായുധനെ എങ്ങനെ വിളിക്കും? വേളായുധൻ അല്ലേ? വേലായുധൻ എന്നുള്ളത് പറയുന്നത് എങ്ങനെയാ? വേല എന്നുള്ളത് വേള എന്നായി പറയത്തുള്ളൂ. അത് ഫോണറ്റിക്സ് എന്ന് പറയുന്ന ആ ഉച്ചാരണ ശാസ്ത്രത്തിനകത്ത് ലാ ഇല്ല. അപ്പം ഇങ്ങനെ ചെന്ന് വിളിക്കുകയാണ്. അപ്പം ചേട്ടൻ നോക്കി, ഇവൻ എന്നാ പറ്റി? എന്നെ വേലായുധൻ ഇന്നലെ വരെ മര്യാദയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നവനാ, ഇന്ന് വന്നിട്ട് വേളായുധ, അത് തമിഴന്മാർ വിളിക്കുന്ന പോലെ വിളിക്കുന്നു. അപ്പം ഇവൻ എന്നാ പറ്റി? അപ്പം നീ എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചപ്പം, അത് ജ്യേഷ്ഠ, ഞാൻ ഇംഗ്ലീഷ് പഠിച്ച് ജ്യേഷ്ഠ. ഞാൻ സ്വല്പം പൊലിപ്പിച്ച് പറയുന്നതേ ഉള്ളൂ കേട്ടോ, തെറ്റിദ്ധരിക്കൽ. ഇങ്ങനെയൊന്നും അല്ല, യാഥാർത്ഥ്യ കഥകൾ ഇങ്ങനെയൊന്നും അല്ല. പക്ഷേങ്കിൽ ഇതിൻ്റെ നമുക്കൊന്ന് ലളിതമായിട്ട് ഹൃദ്യമാകുന്നതിന് വേണ്ടി പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു ജ്യേഷ്ഠ. ഞാൻ ഫെർണാണ്ടസ് സായിപ്പിൻ്റെ അടുത്തുനിന്ന് ഇംഗ്ലീഷ് പഠിച്ചു. സായിപ്പിന് 7 രൂപ ഫീസ് കൊടുക്കണം. മാർഗമില്ല. ഫീസ് കിട്ടുന്നതിന് വേണ്ടി അമ്മാവൻ്റെ അടുത്തേക്ക് പോയി. അമ്മാവൻ പെര പൂട്ടിപ്പോയി എന്നൊക്കെയൊക്കെ ചരിത്രങ്ങളിൽ ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയോ ആവട്ടെ, ഗുരുനാഥന് ആ ഫീസൊക്കെ കൊടുത്ത് ഇംഗ്ലീഷ് പഠിച്ചു. മെട്രിക്കുലേഷൻ പാസ്സായി, റാങ്കോടുകൂടി പാസ്സായ ഡോക്ടറാകാൻ അതീവ ആഗ്രഹമുള്ള പത്മനാഭ പൽപു ആ പരീക്ഷ എഴുതുവാൻ വേണ്ടി തയ്യാറാകുന്ന ആ അപേക്ഷ പൂരിപ്പിച്ചുകൊണ്ട് ഭരണാധികാരികളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ, നിന്റെ ജാതിയിൽപ്പെട്ടവൻ ഇവിടെ ഡോക്ടർ വിദ്യാഭ്യാസം നേടേണ്ടതില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. അതാണ് ഈ പടത്തിൽ ഒന്നാമത് തലപ്പാവും രാജാവിനെ പോലെ പകിട്ടുള്ള ആ ആടയാഭരണങ്ങളോടുകൂടി ആ പ്രൗഢിയോടുകൂടി നിൽക്കുന്ന ഡോക്ടർ പൽപു എങ്ങനെയായെന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കണം. ഈ തലപ്പാവിലേക്ക്, ചിത്രത്തിലേക്ക് എങ്ങനെ എത്തപ്പെട്ടു എന്ന് നമ്മൾ ചിന്തിക്കണം. അനുവാദം കൊടുത്തില്ല തിരുവിതാംകൂർ രാജ്യത്ത്. അവിടെ നിന്നും മദ്രാസിലേക്ക് പോവുകയാണ്. മദ്രാസിൽ അവിടെ പോയാൽ പഠിക്കാൻ പറ്റുമെന്നുള്ള തിരിച്ചറിവോടുകൂടി അവിടെ ഫീസുണ്ട്. 150 രൂപ ഫീസ് കൊടുക്കണം മദ്രാസിൽ പോയി പഠിക്കുന്നതിന് വേണ്ടി. അന്ന് ഇന്നത്തെ MBBS തുല്യമായിട്ടുള്ള മെഡിക്കൽ വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് ഭരണാധികാരത്തിന്റെ അധീനതയിലുള്ള മദ്രാസിൽ ഇവിടെ ജാതിയുടെ പേരിലുള്ള വേർതിരിവില്ലാത്തത് കൊണ്ട് അവിടെ പഠിക്കാൻ അനുവാദമുണ്ട്. അവിടെ ശാസ്ത്രീയ വിദ്യാഭ്യാസം ഇന്നുമുണ്ടല്ലോ. ഫീസ് കൊടുക്കണം. അവിടെ അമ്മയോട് വന്ന് പറഞ്ഞു, അമ്മ ആഭരണങ്ങളെല്ലാം കൂടി വാരി കൊടുത്തു. ഉണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം കൂടി വാരിക്കൊടുത്ത് ഏകദേശം 75 രൂപയോളം കിട്ടിയെന്നാണ് പറയുന്നത്. ബാക്കി പണത്തിന് വേണ്ടി ഭിക്ഷാടനം നടത്തി, ഭിക്ഷയെടുത്തു. മദ്രാസിൽ പോയി പഠിച്ച് മെഡിക്കൽ ബിരുദം നേടി തിരികെ വീണ്ടും തിരുവിതാംകൂറിലേക്ക് എത്തുകയാണ്. നിങ്ങൾ എനിക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചു, പക്ഷേ നിങ്ങൾ എന്നെ ഒരു കാര്യം അനുവദിക്കണം. എൻ്റെ കഷ്ടപ്പെടുന്ന, നിങ്ങൾ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവർണ ജനവിഭാഗമുണ്ടല്ലോ, അവരെ ഒന്ന് ചികിത്സിക്കുവാൻ, അവർക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ആശ്രയമാകുവാൻ, തണലാകുവാൻ ഇതാ ഞാൻ നിങ്ങളുടേതല്ലാത്ത സംവിധാനങ്ങളിൽ നിന്നും മെഡിക്കൽ ബിരുദം നേടിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന ശമ്പളത്തിൻ്റെ ഏറ്റവും തുച്ഛമായ ശമ്പളം നൽകിയാൽ മതി. എന്നെ ഇനി ശമ്പളം നൽകിയില്ലെങ്കിലും പ്രശ്നമില്ല. എൻ്റെ സഹോദരങ്ങളെ ചികിത്സിക്കുന്നതിന്, അവർക്ക് ഒരു സ്വാതന്ത്ര്യം നൽകുന്നതിനുള്ള അനുവാദം നിങ്ങൾ തരണം. നിന്റെ ജാതിയിൽപ്പെട്ടവൻ ചെയ്യേണ്ട ജോലികൾ ഇന്നതാണ് എന്ന് പറഞ്ഞ് വീണ്ടും പരിഹസിച്ചു പുറത്താക്കി. നിന്റെ ജാതിയിൽപ്പെട്ടവൻ ഇവിടെ ഡോക്ടർ ഉദ്യോഗം ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ചു പുറത്താക്കി. അങ്ങനെ അവഗണനകൾ ഏറ്റ് വീണ്ടും മദ്രാസിലേക്ക് പോവുകയാണ്. ആ മദ്രാസിലേക്ക് പോയി അവിടെ ഔദ്യോഗിക പദവികൾ അലങ്കരിച്ച് അവിടെ നിന്നും ബാംഗ്ലൂർ രാജ്യത്തേക്ക് പോവുകയാണ്. ബാംഗ്ലൂർ രാജ്യത്ത് നിന്നും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ തിരുവിതാംകൂറിൽ അരിവിപ്പുറത്ത് ഗുരുവിൻ്റെ അടുത്തേക്ക് വരും. സ്വാന്തനങ്ങൾ, ആശ്വാസ വാക്കുകൾ, ഗുരുവചനങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി
തൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ, ആശയങ്ങൾ ഗുരുവിനോട് സംവദിക്കുന്നതിന് വേണ്ടി. അങ്ങനെ ഗുരുവിൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന സമയത്ത് ബാംഗ്ലൂർ രാജ്യത്ത് നിന്നും തിരുവിതാംകൂർ രാജ്യത്തേക്ക് തിരുവിതാംകൂർ രാജ്യം നിഷേധിച്ച ആ ഡോക്ടർ ഉദ്യോഗസ്ഥനായിട്ടുള്ള ആ MBBS ബിരുദധാരിയെ തേടി ഒരു കത്ത് വരുന്നുണ്ട്. ആ കത്തിൽ പരാമർശിക്കപ്പെട്ടിരുന്നത് എന്റെ അടുത്ത് കിടക്കുന്ന 8 ചുടലകളിൽ 8 ശവശരീരങ്ങൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കത്തിത്തീർന്നാലുടൻ കയറ്റി കിടത്തുന്നതിനായി 40-ലധികം മൃതദേഹങ്ങൾ എന്റെ സമീപത്തായി കൂട്ടിയിട്ടിരിക്കുന്നു. മരണത്തെ മുഖാമുഖം കാണുന്ന 200-ലധികം ആളുകൾ എന്റെ സമീപത്തായി അലമുറയിട്ട് കഴിയുകയാണ്. പറ്റുമെങ്കിൽ ഒന്ന് വരിക, വേഗം വന്ന് എന്നെ ഈ കാര്യങ്ങളിൽ നിന്നും, ഇവിടെ നടക്കുന്ന ഈ ഒരു ബുദ്ധിമുട്ടേറിയ പ്രവർത്തനങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ ആ ഒരു ക്രമീകരണങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുക. പണ്ട് ചുടലപ്പറമ്പിൽ ചുടലക്കാരനായി രാജാ ഹരിശ്ചന്ദ്രൻ നിന്നതുപോലെ ഒന്നും ചെയ്യുവാൻ സാധിക്കാതെ ഞാൻ ഇവിടെ നിൽക്കുകയാണ്, എന്നെ ഒന്ന് വന്ന് സഹായിക്കുക എന്ന് പറഞ്ഞ് കത്തയച്ചത് ബാംഗ്ലൂർ പട്ടണത്തിൽ നിന്നും മൈസൂർ രാജ്യത്തെ രാജാവായിരുന്നു. എന്താ, തിരുവിതാംകൂർ ജാതി ഇന്നതായതുകൊണ്ട് ജോലി നിഷേധിച്ച ആളെ തേടി രാജാവ് മൈസൂർ രാജ്യത്ത് നിന്നും ബാംഗ്ലൂർ പട്ടണത്തിൽ നിന്നും കത്തയക്കുകയാണ്. അന്ന് ബാംഗ്ലൂർ പട്ടണത്തിൽ മനുഷ്യൻ എലികളെ പോലെ ചത്തു വീഴുകയാണ്. ബാംഗ്ലൂർ നഗരത്തെ പ്ലേഗ് എന്ന് പറയുന്ന മഹാവ്യാധി കാർന്ന് തിന്നുകയാണ്. അവിടേക്ക് ഡോക്ടർ പൽപ്പു പിന്നെ പോകുന്നത് തൻ്റെ മരണപത്രം എഴുതി രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ്. തൻ്റെ മരണപത്രം എഴുതി കൊടുത്തു. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുമ്പോൾ ആ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കയറുന്നതിന് മുമ്പ് ഒപ്പിട്ടേക്കാൻ പറയുകയല്ലേ ഉറ്റവരോടും ഉടയവരോടും, ഇനി കൈവിട്ട് പോയാലും നിങ്ങളുടെ അനുവാദത്തോടു എന്ന് പറഞ്ഞതുപോലെ ഡോക്ടർ പൽപ്പു എഴുതി ഒപ്പിട്ട് കൊടുത്തു. അവിടെ ചികിത്സ നടത്തി. ഇതിന് സാന്ദർഭികമായിട്ട് ചേർത്ത് വെക്കണം, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മഹാത്മാവാകുന്നതിന് മുമ്പ് ഈ ഡോക്ടർ പൽപ്പുവിൻ്റെ പ്രായത്തിൽ, അതായത് ഇതൊക്കെ 40 വയസ്സിൽ താഴെയുള്ള കാലഘട്ടങ്ങളിലാണ് ദക്ഷിണാഫ്രിക്കയിൽ തൻ്റെ ആദ്യത്തെ സമരം നടത്തുന്നത്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ചരിത്രപരമായ വസ്തുതയാണ്. നമ്മളിതൊക്കെ തുലനം ചെയ്ത് മനസ്സിലാക്കണം. മഹാത്മാ ഗാന്ധിയാകുന്നതിന് മുമ്പുള്ള മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ പ്ലേഗ് എന്ന് പറയുന്ന മഹാവിപത്ത് പടർന്ന് പന്തലിച്ച് പിടിക്കുമ്പോൾ അവിടെ ദക്ഷിണാഫ്രിക്കയിലെ ആരോഗ്യവകുപ്പിന് എഴുതിയ കത്ത്, ആ കത്തിൽ പരാമർശിക്കുന്നത് കറുത്ത വർഗക്കാരായിട്ടുള്ള കാഫിറുകളായിട്ടുള്ള ആഫ്രിക്കക്കാർക്കൊപ്പം കഴിയുന്നത് കൊണ്ടാണ് ഇന്ത്യക്കാരായിട്ടുള്ള ഞങ്ങൾക്ക് ഈ പകർച്ചവ്യാധി പിടിക്കുന്നത് എന്നാണ്. പിന്നീട് മഹാഗുരുതൃപാദങ്ങളെ ശിവഗിരിയിൽ വന്ന് കണ്ടതിന് ശേഷം മഹാത്മാവായ മാറിയ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, മഹാത്മാഗാന്ധി, അതിൻ്റെ 100-ാം ശതാബ്ദി ആഘോഷമാണ് നമ്മളിപ്പോൾ നടത്തിയത്. അവിടെ നിന്ന് പോയത്, ശിവഗിരിയിൽ നിന്ന് പോയതിന് ശേഷം അവിടെ ആ വടക്കേ ഇന്ത്യയിൽ ചെന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള സകല കറുത്ത വർഗക്കാരുടെയും സ്വാതന്ത്ര്യം എന്നാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നും ചിലത് കൊണ്ടുപോയി എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്, അല്ലേ? പത്രമാധ്യമങ്ങളിലൊക്കെ പറഞ്ഞത് ഗുരുവിൻ്റെ അടുത്ത് നിന്നും വന്നതിന് ശേഷം ശിവഗിരിയിൽ നിന്നും ഞാൻ ചിലത് കൊണ്ടുപോയതെന്താ? സവർണ മേധാവിത്വം എന്നുള്ള ആ അഹംഭാവം ഇല്ലാതാക്കിക്കൊണ്ട് ഗുരുവിൻ്റെ അടുത്ത് നിന്ന് മാനവരാശിയെല്ലാം സമന്മാരാണ് എന്നുള്ള ബോധ്യം ആ ഒരു മാവില ചാറിൻ്റെ ആ ഒരു രസം നുകർന്നുകൊണ്ട് ഗുരു പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അവിടെ മഹാത്മാവായി മാറിയ മഹാത്മാഗാന്ധി തൻ്റെ 10 മടങ്ങ് മഹത്വം വടക്കേ ഇന്ത്യയിൽ ചെന്ന് പ്രകടിപ്പിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇവിടെ നമ്മൾ ഡോക്ടർ പൽപ്പുവിനെയും ആ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെയും കൂടെ വേണമെങ്കിൽ നമ്മളുടെ ഹൃദയത്തിൽ വെച്ചൊന്ന് തുലനം ചെയ്യാം, ഹൃദയഭാഷയിലൊന്ന് തുലനം ചെയ്യാം. തൻ്റെ നിറയൗവനത്തിലാണ് 2 കൂട്ടരുടെയും 2 കാര്യങ്ങൾ. ഒന്ന്, തൻ്റെ മരണപത്രം എഴുതി രജിസ്റ്റർ ചെയ്തതിന് ശേഷം രോഗശുശ്രൂഷയ്ക്കായി ഇറങ്ങിയ ഡോക്ടർ പൽപ്പു. മറ്റൊന്ന്, കറുത്ത വർഗക്കാരായ കാഫിറുകൾക്കൊപ്പം കഴിയുന്നതാണ് ഞങ്ങളുടെ രോഗകാരണമെന്ന് പറഞ്ഞ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അങ്ങനെ ആ ഡോക്ടർ പൽപ്പുവിൻ്റെ അടുത്തേക്കാണ് ആദ്യ വിദ്യാഭ്യാസ സ്പോൺസറാക്കുന്നതിന് വേണ്ടി കുമാരുവിനെ കൊണ്ട് കൊടുക്കുകയാണ്. കുമാരുവിനെ കൊണ്ട് കൊടുത്തിട്ട് പറയുകയാണ്, ഇവനെ നല്ലവണ്ണം പഠിപ്പിക്കണം, ഇവനെ പഠിപ്പിച്ച് മിടുക്കനാക്കണം എന്ന് പറഞ്ഞുകൊണ്ട്
ഗുരുവിനെ അടുത്തേക്ക് ഈ ട്രെയിനിൽ പോയി ഗുരുവും കുമാരവും കൂടി ബാംഗ്ലൂർ പോയി ഡോക്ടർ പൽപുവിനെ ഏൽപ്പിക്കുകയാണ്. അതിനുശേഷമാണ് മദ്രാസിലും കൊൽക്കട്ടയിലും ബാംഗ്ലൂരിലുമൊക്കെ പഠിച്ച് മിടുക്കനായി കുമാരു ഇവിടെ തിരികെ വരുന്നത്. കുമാരു ഇവിടെ തിരികെ വരുന്ന സമയത്ത് വൈദ്യം പഠിപ്പിക്കുന്നതിന് വേണ്ടി നാരായണ പിള്ളയെ വിടുന്നുണ്ട്, തച്ചുശാസ്ത്രം പഠിപ്പിക്കാൻ വിടുന്നുണ്ട്, ശങ്കരൻ പരദേശിയെ വേദവിധി പ്രകാരമുള്ള വൈദിക കർമ്മങ്ങൾ പഠിക്കുവാനായിട്ട് അരുവിപ്പുറത്ത് നിന്ന് ഗുരുതൃപാദങ്ങൾ അയക്കുന്നുണ്ട്. ആ തൃപ്പാദങ്ങൾ ഇവരെയെല്ലാം അയച്ച് ഏകദേശം 1895 കാലഘട്ടമായപ്പോൾ, അല്ലെങ്കിൽ 1900 കാലഘട്ടമായപ്പോൾ ഇവരെല്ലാവരും കൂടി തിരിച്ചു വരികയാണ്. ഇവർ തിരിച്ചു വരുമ്പോൾ അരുവിപ്പുറത്തെ ക്ഷേത്ര സംവിധാനങ്ങൾ, വിഗ്രഹം ആരാധനയ്ക്ക് വേണ്ടി അവിടെ ക്ഷേത്രമില്ലാതെ പ്രതിഷ്ഠ നിർവഹിച്ച് അതിനുശേഷം ക്ഷേത്രമുണ്ടായ അരുവിപ്പുറം അവിടെ വാവൂട്ടി യോഗവും അരുവിപ്പുറം ക്ഷേത്ര പരിപാലന യോഗവുമായി വികസിപ്പിക്കപ്പെട്ട് ഒരു പ്രത്യേകമായ സംവിധാനങ്ങളൊക്കെ ക്രമീകരിച്ച് നാടിനെയും നാട്ടാരെയും ഒരുമയോട് കൂടി ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഒരു മാതൃകാ സ്ഥാനമായി മാറി നിലകൊണ്ടിരിക്കുന്ന കാലത്തേക്കാണ് ഒരു ത്രിവേണി സംഗമം പോലെ ഡോക്ടർ പൽപുവും കുമാരവുമൊക്കെ ഗുരുവിനടുത്തേക്ക് എത്തുന്നത്. അവിടെ 1903 ആയപ്പോഴത്തേക്കാണ് അരുവിപ്പുറം ക്ഷേത്ര പരിപാലന യോഗത്തെ 1903 ജനുവരി മാസം 7-ാം തീയതി ആയപ്പോൾ ആലോചനകൾ നടത്തി അരുവിപ്പുറം ക്ഷേത്ര പരിപാലന യോഗത്തെ അരുവിപ്പുറം ശ്രീനാരായണ ധർമ്മപരിപാലന യോഗമാക്കി മാറ്റുന്നത്. അല്ലേ? അരുവിപ്പുറം ശ്രീനാരായണ ധർമ്മപരിപാലന യോഗമാക്കുന്നു. അത് വീണ്ടും 1903 മെയ് മാസം 15-ാം തീയതി ആകുമ്പോൾ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചു വരുന്നു. അങ്ങനെയാണ് സംഘടനകളുടെ മാതാവായിട്ടുള്ള നമുക്കിവിടെ ഇപ്പോൾ ഈ ഇരിപ്പിടം സാധ്യമായിട്ടുള്ള SNDP യോഗം എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം രൂപീകൃതമാകുന്നത്. ആ മഹത്തായ പ്രസ്ഥാനം രൂപീകൃതമാക്കിയതിനു ശേഷം അതിൻ്റെ 1ാമത് വാർഷികം നടത്തുകയുണ്ടായി. അരുവിപ്പുറത്ത് വെച്ചാണ്. ഇപ്പോ നമുക്കെല്ലാവർക്കും അറിയാം, പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായിരം, പുത്തനമ്പലങ്ങളല്ല പണിയിടങ്ങൾ തീർക്കണം. കേട്ടിട്ടില്ലേ? ഈ ഒരു പാട്ട് കേട്ടിട്ടില്ലേ? വിപ്ലവഗാനമാണ്, ആധുനിക, നമ്മളിപ്പോൾ കൂടെ ചേർത്ത് പാടുന്ന ഒരു കാലമാണ്. പക്ഷേ ഗുരുവിനിതറിയില്ലായിരുന്നു. ഗുരു അന്ന് ഞാൻ പറഞ്ഞല്ലോ, തെറ്റുകളോട് പൊരുത്തപ്പെട്ടിരുന്ന ഒരു സമൂഹത്തിന് മുമ്പിൽ വിഗ്രഹം നിഷേധിച്ചുകൊണ്ട് അന്ന് ആദ്യമേ സ്കൂളാണ് പണിതിരുന്നെങ്കിൽ ആരെങ്കിലും സ്കൂളിൽ പോകുമായിരുന്നു? ആരെങ്കിലും സ്കൂളിൽ പോകുമായിരുന്നു? നമ്മൾ അരുവിപ്പുറത്ത് ഗുരു SNDP യോഗത്തിൻ്റെ 1ാമത് വാർഷികം നടത്തിയിട്ട് ഗുരു അവിടെ പ്രസംഗിക്കുവാനായിട്ട് പറയുന്ന 4 വിഷയങ്ങളുണ്ട്. മതം, സദാചാരം, വിദ്യാഭ്യാസം, വ്യവസായം. അഷ്ടലക്ഷ്യങ്ങൾ പിന്നീട് എപ്പോഴാണ് പറയുന്നത്? തീർത്ഥാടനത്തിനാണ് അഷ്ടലക്ഷ്യങ്ങൾ പറയുന്നത്. ശിവഗിരി തീർത്ഥാടനം. ആദ്യം ഗുരു ധർമ്മപ്രചാരകരെ, നമുക്ക് ധർമ്മപ്രചാരകർ വേണം. നമ്മുടെ ധർമ്മപ്രചാരകരെ കൊണ്ട് നമ്മൾ ആദ്യം ആളുകളിലേക്ക് പറയിപ്പിക്കേണ്ടത്, പഠിപ്പിക്കേണ്ടത് മതം, സദാചാരം, വിദ്യാഭ്യാസം, വ്യവസായം. ആ 4 ലക്ഷ്യങ്ങൾ അഷ്ടലക്ഷ്യങ്ങളിലേക്ക് ഗുരു അവസാനം കൊണ്ടുചെന്ന് എത്തിച്ചു. വിദ്യാഭ്യാസം പറ, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക വിദ്യ. അഷ്ടലക്ഷ്യങ്ങളുടെ മുമ്പ് ഗുരു ആദ്യം പറഞ്ഞ ഈ പ്രഥമമായിട്ട് ഈ 4 ലക്ഷ്യങ്ങൾ വിപുലീകരിച്ചാണ് കാരണം ഗുരുവിനറിയാം, കാളയെ തെളിച്ചപ്പോഴേ തൻ്റെ ബാല്യകൾ നമ്മൾ ചുമ്മാ ചേർത്ത് വെച്ചാൽ മതി. കാളയെ തെളിച്ചപ്പോൾ ഉഴാനായിട്ട് പോയപ്പോൾ ഗുരു പറഞ്ഞ് തെളിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ തെളിക്കുക. അത് തന്നെയല്ലേ ഇവർക്ക് വേണ്ടതാര എന്താണ്? ഇവർക്ക് ഈശ്വരനെ അകത്തി നിർത്തിയിരിക്കുകയാണ് ഇവരുടെ മുമ്പിലേക്ക്. അവർണ ജനവിഭാഗത്തിന് ഇവർക്ക് ആദ്യം ഈശ്വരാരാധന നടത്തുവാനായിട്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യം കൊടുക്കണം. ആ ഒരു ബോധത്തിലേക്ക് ഇവരെ ഉയർത്തിക്കൊണ്ടുവരണം. അതിനുശേഷം പടിപടിയായിട്ട് ഇവരെ സദാചാര മൂല്യങ്ങൾ പഠിപ്പിക്കണം, ശുചിത്വ ബോധമുണ്ടാക്കണം, വിദ്യാഭ്യാസം കൊടുക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വിദ്യാഭ്യാസം പിന്നീട് പ്രഥമ സ്ഥാനത്തേക്ക് വന്നു. അതിനുശേഷം ഗുരു 1916 ഗുരു പറയുകയാണ്, പ്രധാന ദേവാലയം വിദ്യാലയമായിരിക്കണം. 1888 വേണമെങ്കിൽ ഇതിന് ഗുരുവിന് വേണേൽ പറയാമായിരുന്നു. പക്ഷേ ഇരിക്കുന്ന നമ്മളാ എങ്ങനെ സ്വീകരിക്കും? അവിടെയാണ് പറയുന്നത്. കാരണം പടിപടിയായിട്ട് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. അതാണ് ഗുരു പരബ്രഹ്മ സ്വരൂപമായ ഗുരുവിൻ്റെ ആ അവതാര
ചരിതം എന്ന് പറയുന്നത്. 1904 ഗുരു പറയുന്നുണ്ട്, നമ്മുടെ സമൂഹത്തിൽ സാമാന്യ വിദ്യാഭ്യാസമില്ലാത്തവരായി ആരും ഉണ്ടാവാൻ പാടില്ല. അവിടെയാണ് ആദ്യ വനിതാ സമ്മേളനം നടത്തി ഡോക്ടർ പൽപുവിൻ്റെ മാതാവ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്ത്രീ പുരുഷ ഭേദമന്യേ പഠിപ്പിക്കണമെന്നുള്ള ആഹ്വാനം ഡോക്ടർ പൽപുവിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നടത്തുന്നത്. നിശാ പാഠശാലകൾ, അധകൃത വർഗക്കാരെന്ന് ആക്ഷേപിക്കുന്ന ആളുകൾക്ക് വേണ്ടി പാഠശാലകൾ, പ്രത്യേകമായിട്ടുള്ള പാഠശാലകൾ. ഗുരുവിൻ്റെ ഗൃഹസ്ഥ സന്യസ്ത ശിഷ്യന്മാർ ആ പാഠശാലകളിൽ അധ്യാപകരാകുന്നു. അതിനൊക്കെ ശേഷം 1904 ഗുരു അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അരുവിപ്പുറത്ത് നിന്ന് നാമകരണം ചെയ്ത ആ പ്രദേശത്ത് നിന്ന്, പുണ്യപ്രദേശത്ത് നിന്ന് ഗുരു ഇറങ്ങുകയാണ്. എങ്ങോട്ടാണ് ഗുരു പോകുന്നത്? വർക്കലയ്ക്കാണ് ഗുരു പോകുന്നത്, അല്ലേ? ഗുരുവിൻ്റെ അവതാര ചരിതത്തിൽ വർക്കല കൈതക്കോണത്തേക്ക് ചെന്നിട്ട്, കൈതക്കോണത്ത് ഒരു ഭവനത്തിൻ്റെ മുമ്പിൽ ഒരു വിശ്രമിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് അവിടെ ഒരു കുന്നിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗുരു പറയുന്നത്, നിങ്ങൾ അവിടെ ഒരു മാടം കെട്ടിത്തരണം. അതിലുമുണ്ട് സവിശേഷത. നിങ്ങൾ അവിടെ ഒരു മാടം കെട്ടിത്തരണം. മാടം എന്ന് പറയുന്നത്, ഗുരുവിന് അന്ന് സമ്പന്നരായിട്ടുള്ള ധാരാളം ശിഷ്യന്മാരൊക്കെ വന്നിട്ടുണ്ട്. 1904 ആയപ്പോഴത്തേക്കും ഗുരുവിന് സമ്പന്നരായിട്ടുള്ള ധാരാളം ശിഷ്യന്മാർ വന്നിട്ടുണ്ട്. ആ കൈതക്കോണത്തെ വീട്ടിലിരുന്നു കൊണ്ട് ആ വർക്കലക്കുന്നിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, നമുക്ക് അവിടെ ഒരു കെട്ടിടം പണിത് തരണം, അല്ലെങ്കിൽ ഒരു മാളിക പണിത് തരണം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പണിത് കൊടുക്കുവാനായിട്ട് ആളുണ്ടാവും. പക്ഷെ ഗുരു ആവശ്യപ്പെട്ടത്, നിങ്ങൾ അവിടെ ഒരു മാടം കെട്ടിത്തരണം. മാടം എന്ന് പറയുന്നത് അന്ന് തിരുവിതാംകൂർ രാജ്യത്തെ ജീവിത സാഹചര്യങ്ങളിൽ വെച്ച് ഏറ്റവും ലളിതമായിട്ടുള്ള, ഏറ്റവും ശുഷ്കമായിട്ടുള്ള ഒരു സംവിധാനമാണ് മാടം എന്ന് പറയുന്നത്. അധകൃതരായിട്ടുള്ള ആളുകൾ ഏറ്റവും ചുരുങ്ങിയ ജീവിതം നയിക്കുന്നതിന് വേണ്ടി തലചായ്ക്കാൻ വേണ്ടിയുള്ള ഒരു ഇടമായിട്ടാണ് ഈ മാടം എന്ന് പറയുന്ന സംവിധാനത്തെ, അല്ലെങ്കിൽ അവരുടെ ഭവനത്തെ വിശേഷിപ്പിച്ചു കൊണ്ടിരുന്നത്. ആ ഏറ്റവും ലളിതമായ സാധനം, മലയപ്പുലേന മാടത്തിൻ മുറ്റത്താണ് മഴ വന്ന നാള് വാഴ നട്ടത്. അതുപോലെ ഒരു സാധനമാണ് അത്. പനമ്പ് കൊണ്ടായാലും മതി. അങ്ങനെയാണ് ഗുരു വർക്കലക്കുന്നിൽ ആ ഒരു ആദ്യ പർണശാല നിർമ്മിക്കുന്നത്. ആ പർണശാല ഇരിക്കുന്നിടത്താണ് ഇന്ന് നമ്മളെല്ലാവരും പോയി സെൽഫി എടുത്ത് ഭൂമിയിലെ സ്വർഗം എന്ന് പറഞ്ഞ്, ഞാൻ ഭൂമിയിലെ സ്വർഗത്തിൽ നിന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ കൊടുക്കുന്ന എന്തുള്ളതാ മഹാസമാധി മന്ദിരം നിലകൊള്ളുന്നത്. ഗുരുവിൻ്റെ 1904 അവിടെ നൽകിയ പർണശാല, ആ പർണശാല അതിനുശേഷം ഗുരു വീണ്ടും ക്ഷേത്രപ്രതിഷ്ഠകളിലൂടെ കടന്നു പോവുകയാണ്. ഗുരു ക്ഷേത്രപ്രതിഷ്ഠകളിലൂടെ കടന്നു പോകുമ്പോൾ ഗുരു മലബാറിലേക്ക് പോകുന്നുണ്ട്, കുദ്രോളിയിലേക്ക് പോകുന്നുണ്ട്. ധാരാളം സ്ഥലങ്ങളിൽ ചെന്ന് ഒട്ടനവധി ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠ നടത്തി. ആളുകൾക്ക് ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠ നടത്തി അതിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, ആത്മീയവും ഭൗതികവുമായി ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളിൽ എന്നതുപോലെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഗുരു പോകുന്നത്. ഗുരു പോകുന്ന വഴികളിൽ മുഴുവൻ നമ്മളുടെ ആളുകൾക്ക് മെച്ചമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഗുരുവിൻ്റെ പാതയെ ചലിക്കുന്നവർക്ക് മുഴുവൻ ധാരാളമായ അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഗുരു ഇടയ്ക്കിടയ്ക്ക് ആ ആളുകളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഗുരുവിൻ്റെ ചില ചോദ്യങ്ങളാണ്, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? വിശ്വാസമുള്ളവർക്കെല്ലാം രക്ഷയാണ്. അങ്ങനെ ഗുരു കൂടെ ചേർത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ 1908 ആവുമ്പോഴത്തേക്കും ശിവഗിരിയിൽ ആ വർക്കലക്കുന്നിനെ ശിവഗിരിയാക്കിക്കൊണ്ട് ഗുരു പറയുകയാണ്, നമുക്കിവിടെ ഒരു മഠം സ്ഥാപിക്കണം. ഗുരു അവിടെ ഏത് മഠമാണ് സ്ഥാപിച്ചത്? ശാരദാ മഠം സ്ഥാപിക്കുകയാണ്. 1908 ഗുരു ശാരദാ മഠത്തിൻ്റെ ആ ഒരു പ്രവർത്തനം ആ ചിങ്ങത്തിൻ്റെ ചതയം തിരുനാളിൽ ആരംഭിക്കുമ്പോൾ, അതിൻ്റെ ഒരു ഷടാധാര പ്രതിഷ്ഠ നടത്തുമ്പോൾ ഗുരുവിനൊപ്പമുണ്ടായിരുന്ന ചൈതന്യസ്വാമികളും ഗുരുവിനൊപ്പമുണ്ടായിരുന്ന കുമാരനാശാനും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഗുരു ഒരു ശൂലമെടുത്തുകൊണ്ട് ഇന്ന് ബോധാനന്ദ സ്വാമികളുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ള ബോധാനന്ദ സ്വാമികളുടെ ആ സമാധി മന്ദിരം നിലകൊള്ളുന്ന ശിവഗിരിക്കുന്നിൻ്റെ ആ താഴ്വരത്തേക്ക് ചെന്ന് ആ ശൂലം പ്രതിഷ്ഠിക്കുന്ന വേളയിൽ ഗുരുവിനൊപ്പം ഉണ്ടായിരുന്ന സതീർത്ഥ്യരായിട്ടുള്ള, ഗുരുവിൻ്റെ ഒപ്പം സന്തത സഹചാരികളായിട്ടുള്ള ശിഷ്യന്മാർക്ക്, ഗുരുവിനൊപ്പം ഉണ്ടായിരുന്നവർക്ക് അസഹിഷ്ണീയമായ ചൂട് കാരണം ഒപ്പം നിൽക്കുവാൻ സാധിച്ചിരുന്നില്ല എന്നാണ്. ഗുരുവിൻ്റെ അടുത്ത് നിന്ന് അവർ മാറി
കുറച്ച് സമയം നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്നും ഈ ശൂലപ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം ഇറങ്ങി വരുന്ന ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെ കണ്ടപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇത് ശിവഗിരി ശാരദാമഠത്തിന് മുന്നോടിയായിട്ടുള്ള ഷടാധാര പ്രതിഷ്ഠയാണ് എന്ന് മനസ്സിലായത്. ഗുരു ചൈതന്യസ്വാമികളെയും ശങ്കരൻ പരദേശി സ്വാമികളെയും ഉൾപ്പെടെയുള്ള ആളുകളെ അതിൻ്റെ കൃത്യനിർവഹണത്തിനായി നിയോഗിക്കുകയുണ്ടായി. അതിൻ്റെ മഠത്തിൻ്റെ പണിയൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ 8 വശങ്ങളായിട്ടുള്ള ആ മഠത്തിൽ നമ്മളിന്ന് ചെല്ലുമ്പോൾ അവിടെ വർണ്ണച്ചില്ലുകളൊക്കെ കാണാം അല്ലേ? ഈ വർണ്ണച്ചില്ലുകൾ എവിടുന്നാ വന്നെന്നറിയാമോ? വർണ്ണച്ചില്ലുകൾ നമ്മളിപ്പോൾ അത്ഭുതപ്പെട്ടു പോകും. 1912 ശിവഗിരിയിൽ ശാരദാമഠം സംസ്ഥാപിതമായപ്പോൾ അതിലേക്ക് ചുറ്റും ഇട്ടിട്ടുള്ള 8 വശങ്ങളിലായിട്ടുള്ള വർണ്ണച്ചില്ലുകൾ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളാണ്. ജർമ്മൻ നിർമ്മിത വർണ്ണച്ചില്ലുകളാണെന്നാണ് പറയുന്നത്. അത് തലശ്ശേരിക്കാരായിട്ടുള്ള മലബാറുകാരായിട്ടുള്ള തൊഴിലാളികളാണ് അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ മുൻകൈ എടുത്ത് ചെയ്തതെന്നാണ് പറയുന്നത്. ശാരദാമഠം പ്രതിഷ്ഠയും ചരിത്രവും എന്ന് പറയുന്ന സച്ചിദാനന്ദ സ്വാമിയുടെ പുസ്തകത്തിൽ വളരെ വിശദമായി ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ വായിക്കണം. വിവേകം താനേ വരുമോ? വരില്ല. സമയം നമുക്ക് വളരെ കുറച്ചാണ് ഉള്ളത്. ഇതിനകത്ത് ഗുരുവിൻ്റെ ചരിതങ്ങളുടെ, ഗുരുവിൻ്റെ കൃതികളുടെ പഠനത്തോടൊപ്പം തന്നെ ഗുരുവിൻ്റെ സഞ്ചാരപാതകളും നമ്മൾ പഠിക്കണം. ഗുരുവിൻ്റെ ക്ഷേത്രപ്രതിഷ്ഠകളെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അതിനുള്ള പുസ്തകങ്ങൾ നമ്മൾ വായിക്കണം. ഗുരുവിൻ്റെ വിവിധ രൂപഭാവങ്ങൾ, ആ കാലഘട്ടത്തിലുള്ള രൂപഭാവങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഏറ്റെടുക്കണം. അവിടെ നിന്നും ശിവഗിരി ശാരദാമഠത്തിലെ പ്രതിഷ്ഠാനന്തരം ഗുരു അവിടെ ബോധാനന്ദ സ്വാമികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, സ്വദേശിയും വിദേശിയുമായിട്ടുള്ള ആളുകൾക്കൊക്കെ സന്യാസദീക്ഷ നൽകിയിട്ട് ഗുരു പിന്നീട് ആലുവായിലേക്ക് പോകുന്നുണ്ട് അല്ലേ? ആലുവായിലേക്ക് പോയി ഗുരുവിൻ്റെ സങ്കല്പം മറ്റൊരു അദ്വൈത സങ്കല്പത്തിലേക്ക്, ആ അദ്വൈതമല്ലാത്ത സങ്കല്പത്തിലേക്ക് ഗുരു അവിടെ ഏകീകൃത ഭാവത്തിലേക്ക്, ഏകലോക ദർശനത്തിലേക്ക് ഗുരു ആലുവായിലേക്ക് ചെന്ന് അവിടെയും ഒരു മഠം സ്ഥാപിക്കുകയാണ്, ആശ്രമം സ്ഥാപിക്കുകയാണ്. അതിനെല്ലാം ശേഷം ഗുരുവിധ സർവമത സമ്മേളനം നടത്തുന്നു. വൈക്കം സത്യാഗ്രഹത്തിലൂടെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു. സമയമേറെ വൈകിയതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഗുരു അതിനുശേഷമാണ് ആ കുർക്കഞ്ചേരിയിലേക്ക് പോകുന്നത്. കുർക്കഞ്ചേരിയിലേക്ക് പോകുമ്പോൾ അവിടെ സന്യാസി സംഗമത്തിനായി ശിവഗിരിയിൽ ശ്രീനാരായണ ധർമ്മസംഘം സംസ്ഥാപിതമാകുന്നു. 1928 ജനുവരി മാസത്തിൽ 9-ാം തീയതി ശ്രീനാരായണ ധർമ്മസംഘം അവിടെ സംസ്ഥാപിതമായതിനു ശേഷം ഗുരു തിരികെ എത്തുന്നത് നാഗമ്പടത്തേക്കാണ്. നാഗമ്പടത്തേക്ക് എത്തുന്നത് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ ആദ്യത്തെ 108 ശാഖകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയായിരുന്നു. ആ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തതിന് ശേഷമാണ് ഗുരുദേവ തൃപ്പാദങ്ങൾ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുക്കുന്നത് അല്ലേ? ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുക്കുമ്പോൾ അഷ്ടലക്ഷ്യങ്ങളിലേക്ക് ഗുരു നമുക്ക് പറഞ്ഞു തരികയാണ്. ആ അഷ്ടലക്ഷ്യങ്ങൾ പറഞ്ഞ് തീർക്കിപ്പിക്കുന്നില്ല. വിദ്യാഭ്യാസം തൊട്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യ വരെയുള്ള ആ അഷ്ടലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിച്ച ഗുരു ആ അഷ്ടലക്ഷ്യങ്ങളുടെ പരമാധികാര സഭകളുടെ ഓരോ മേഖലകളിലൂടെയും നമ്മൾ ഈ 2025 വർഷത്തിൽ നമ്മൾ ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗുരുവിൻ്റെ ആ ലോകത്തിലേക്ക് ഇന്ന് ശുഭങ്ങൾ ശുക്ര എന്ന് പറയുന്ന ബഹിരാകാശ സഞ്ചാരി ആ ലോകത്ത് നിന്നും, ആ ബഹിരാകാശത്ത് നിന്നും താഴേക്ക് നോക്കുമ്പോൾ, ആ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഏറ്റവും ഔന്നിത്യമായ ഭാവങ്ങളിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ നമ്മളോട് വിളിച്ചു പറയുകയാണ്, ഞാൻ ലോകത്തെ രാജ്യത്തിൻ്റെ അതിർവരമ്പുകളില്ലാത്ത ഭേദത്തിൽ ലോകത്തെ ഒന്നായി കാണുകയാണ് എന്ന്. നമ്മൾ ആലോചിച്ച് നോക്കുക. ഇത്രയും വലിയ ഒരു ഗുരു, നമിക്കുവിൻ സഹചരെ നിയതമീ ഗുരുപാദം, നമുക്കിതിൽ പരം ദൈവം നിനക്കലുണ്ടോ, ഗുരുവര്യൻ ഇതുപോലെ ലഭിക്കുമോ കുലത്തിന്. എന്താണ്? എന്നിട്ടും നമ്മുടെ കുട്ടികളിലേക്ക് ഇതൊക്കെ എത്തിക്കുവാൻ നമുക്കെന്തേ സാധിക്കാതെ പോകുന്നു? നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? പഠന ക്ലാസ്സുകൾ ഇവിടെ ഇരിക്കുന്നത്, ഇവിടെയെന്നല്ല, നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ഇരിക്കുന്നത് 50 വയസ്സിന് മുകളിലുള്ള ആളുകൾ, 65% അല്ലേ? എല്ലാ ശാഖകളിലും. നമ്മുടെ യുവത്വം എവിടെ? നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? മാതാപിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കേണ്ടത് രവിവാര പാഠശാലകൾ, ശാഖായോഗങ്ങളിൽ ഗുരുവിനെ
മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള രവിവാര പാഠശാലകൾ, ശാഖായോഗങ്ങൾ അന്വർത്ഥമാക്കുന്നതിന് വേണ്ടി നമ്മുടെ പൂർവ്വസൂരികൾ അനുഭവിച്ച ത്യാഗങ്ങൾ നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാതാപിതാക്കൾ, അമ്മമാർ പ്രത്യേകിച്ച് മുൻകൈയെടുത്ത് കുട്ടികളെ പാഠശാലകളിലേക്ക് പറഞ്ഞു വിടണം. ശാഖായോഗങ്ങൾ, പഠന ക്ലാസ്സുകൾ നടത്തുന്നത് ലളിതമായിട്ടായിക്കൊള്ളട്ടെ, അതിവിശാലമായ വിഷയങ്ങളായിക്കൊള്ളട്ടെ, ഒരേ പള്ളിയിൽ ഒരേ അച്ഛൻ, ഒരേ പ്രാർത്ഥനാ പുസ്തകം, ഒരേ പലയാവർത്തി ഇവിടെ ആ പള്ളികളിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇരിക്കുന്നവരെന്ത് പറയും? നിന്റെ രാജ്യം വരേണമേ എന്ന് തീർച്ചയായും പറയും. ദൈവമേ കാത്തുകൊള്ളുക അങ്ങ്. ഇപ്പോൾ ഇരിക്കുന്നവരെന്ത് പറയും? നിങ്ങൾ പറയും. ഇതാണ് അവസ്ഥ. അത് തുടക്കം കൊടുത്താൽ ഒടുക്കം വരെ ചെന്നെത്തിക്കുവാനായിട്ടുള്ള ക്രമീകരണങ്ങൾ നമുക്കുണ്ടാവണം. അതുണ്ടാവണമെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയിലേക്ക് ഗുരുദേവ ദർശനം അവിടെ പ്രാവർത്തികമാകണം, അനുഭവയോഗ്യമാകണം. അതിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള വസ്തുതയാണ് ഗുരുവിൻ്റെ അവതാര ചരിത്രത്തിൽ. പെരുത്ത നൂറ്റാണ്ടിൽ ഇടയ്ക്കൊരിക്കലി മരുപ്പറമ്പാമുലകത്തിൽ ഈശ്വരൻ ഒരൊറ്റ വൃക്ഷത്തെ നടന്നു പതിതരാം പാന്തർക്ക് തണൽമുറ്റമേകുവാൻ. ഈശ്വരൻ നൽകിയതാണ്. ഈശ്വരൻ നൽകിയ ഈശ്വര സ്വരൂപനാണ് ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ. നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇപ്പോൾ നിങ്ങളോട് ഇത്രയും നേരം സംവദിച്ചു കൊണ്ടിരുന്നയാളാണ്, വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നയാളാണ്. വലിയ പണ്ഡിത ഭാഷയിലൊന്നുമല്ല ഞാൻ നിങ്ങളോട് വർത്തമാനം പറഞ്ഞു. എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിങ്ങളുടെ നോട്ടത്തിൽ മൊത്തത്തിലൊന്ന് നോക്കുമ്പോൾ മണിച്ചിത്രത്താഴ് സിനിമയ്ക്കകത്ത് പപ്പു ചോദിക്കുന്ന പോലെയാണ്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. എന്നാൽ കുഴപ്പമുണ്ട്. എൻ്റെ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഒരു സാക്ഷ്യമാണ് കേട്ടോ. കാരണം ഈ സാക്ഷ്യം ഞാൻ ഈ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, പത്രം തിന്നാൽ അസുഖം ഭേദമാകും എന്ന് വിശ്വസിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? ചൊവ്വാഴ്ച, തിങ്കളാഴ്ച, ബുധനാഴ്ച എല്ലാ ദിവസങ്ങളിലും ഇന്നടത്ത് പോയാൽ, അല്ലെങ്കിൽ ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് പോയാൽ കാര്യങ്ങളുണ്ടാകും, സൗഖ്യമുണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ആ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ മുമ്പിലേക്ക് നമ്മുടെ ഗുരുവിനെയും നമ്മൾ അറിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, 2023 ഒക്ടോബർ മാസം 18-ാം തീയതി പുലർച്ചെ 7 മണിക്ക് ഈ ഭൂമിയിലെ ജീവിതത്തിൽ നിന്നും വിട പറഞ്ഞ ആളാണ് ഞാൻ. 2023 ഒക്ടോബർ മാസം 18-ാം തീയതി ഒരു നെഞ്ചുവേദനയുമായിട്ട് ആശുപത്രിയിൽ പോയതാണ്. നെഞ്ചുവേദനയുമായി ആശുപത്രിയിൽ പോയി. കാരിത്താസ് ആശുപത്രിയിലായിരുന്നു, കോട്ടയം ആശുപത്രിയിലായിരുന്നു. കാർഡിയാക്ക് അറസ്റ്റ് എന്ന് പറയുന്ന രോഗം ആണ് അവർ പറഞ്ഞിരുന്നത്. ഹൃദയസ്തംഭനമുണ്ടായി. എൻ്റെ മരണം ഡിക്ലെയർ ചെയ്തു. എൻ്റെ ശവശരീരം കാരിത്താസ് ആശുപത്രിയിൽ നിന്ന് സ്വീകരിക്കുന്നതിന് വേണ്ടി ബന്ധുമിത്രാദികളെല്ലാവരും വന്നു. ഞാൻ പാമ്പാടിയിൽ ഒരു ചെറിയ വ്യാപാരം കച്ചവടം നടത്തുന്നയാളാണ്. എൻ്റെ കച്ചവടക്കാരായിട്ടുള്ള സുഹൃത്തുക്കൾ വന്നു. ഹോസ്പിറ്റലിൽ ഇങ്ങനെ വന്നു. എനിക്കിങ്ങനെ ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞ് അതിൻ്റെ ഒപ്പം പറ്റുവാണെങ്കിൽ എന്താണെന്ന് അറിയണമെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ സാറേ, വീട്ടുകാരെല്ലാം വന്നു, മറ്റ് മാർഗങ്ങളൊന്നുമില്ല. ഞാൻ ഇതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ ബോധം തെളിയുന്നത് 21-ാം തീയതിയാണ്. ഒക്ടോബർ 18-ാം തീയതിയാണ് ഇങ്ങനെ ഡോക്ടർ എന്നോട് അവസാനം സംസാരിച്ച ഭാഗം എൻ്റെ ഓർമ്മയിലുള്ളത്. ആൻജിയോഗ്രാം ചെയ്യണം, അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം, അങ്ങനെ അറിയാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. ഞാൻ ബോധം തെളിയുമ്പോൾ എൻ്റെ സമീപത്തായിട്ട് കൂ 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 എന്ന സൗണ്ടും 1/2 ഇഞ്ച് വലിപ്പത്തിലുള്ള 3 ഓസുകളും എൻ്റെ വായിൽ പൊങ്ങി നിൽപ്പുണ്ട്. കയ്യും കാലും കെട്ടിയിട്ടിട്ടുണ്ട്. ഇടത്തോട്ടും വലത്തോട്ടും തല മാത്രം തിരിക്കാം. എനിക്ക് ബോധം വീണ് എന്ന് എനിക്കറിയാം. മറ്റവർക്ക് ആർക്കെങ്കിലും അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ
ഈ സന്ദർഭങ്ങളെല്ലാം കൂടെ മനസ്സ് വന്നപ്പോൾ ഈ സൗണ്ടും പിന്നീട് കേൾക്കാൻ പറ്റുന്നത് അയ്യോ അമ്മേ ഞാനിപ്പോൾ ചത്തുപോവുകയെ എന്നുള്ള നിലവിളി ശബ്ദവുമാണ്. ഇതും എൻ്റെ ചെവിയിൽ കേൾക്കാം. സാഹചര്യം മനസ്സിലായപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വെന്റിലേറ്ററിലാണ്. ഞാൻ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. ഡോക്ടർ വരുന്നുണ്ട്, നേഴ്സുമാർ വരുന്നുണ്ട്. അതിഗംഭീരമായിട്ടുള്ള സഹകരണവും സപ്പോർട്ടുമാണ് ആ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നും അവിടെ എനിക്ക് ആളുകൾക്ക് കൊടുക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. 3 ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ വെന്റിലേറ്റർ നീക്കം ചെയ്തു. ഞാനപ്പോൾ ഇടയ്ക്കിങ്ങനെ കൈകൊണ്ട് എന്തെങ്കിലും കാണിക്കും, ഒരു നേഴ്സ് കൊണ്ടുവന്ന് ഒരു ലെറ്റർ പാഡൊക്കെ തരും, എന്തെങ്കിലും കാണിക്കും. എഴുതി കാണിക്കുമ്പോൾ അക്ഷരമൊന്നും ഒക്കത്തില്ല. അപ്പോൾ എന്താണെന്ന് അവർക്കും മനസ്സിലാക്കത്തില്ല. എനിക്ക് വെന്റിലേറ്ററിൽ വായിൽ ഈ പൈപ്പ് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ എന്താണ് എഴുതിയതെന്ന് അവരോടും പറയാൻ പറ്റില്ല. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് വെന്റിലേറ്ററൊക്കെ റിമൂവ് ചെയ്തു. വെന്റിലേറ്ററൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ദീപക് ഡേവിഡ്സൺ എന്നാണ് ആ ഡോക്ടറുടെ പേര്. കാരിത്താസ് ഹോസ്പിറ്റലിൽ ഇപ്പോഴും ചീഫ് കാർഡിയോളജി വിഭാഗം തലവനായിട്ടുള്ള ഡോക്ടറാണ് ദീപക് ഡേവിഡ്സൺ. ഒട്ടനവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഡോക്ടറാണ്. ആ ഡോക്ടർ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ തലയിൽ നെറ്റിയിൽ ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ തലോടുകയാണ്. തലോടിക്കൊണ്ട് എന്താണ് തോന്നുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താണ് ഡോക്ടറെ, എനിക്കൊന്നും അറിയത്തില്ല, മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു. എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ, ഞാനൊരു സ്വപ്നത്തിൽ കണ്ടു, ഞാനൊരു സ്വപ്നം അനുഭവിച്ചു, അല്ലെ കണ്ടു. ഞാൻ കണ്ടത്, ഞാൻ ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഒരു ഇരുട്ടിൻ്റെ ഒരു അഗാധമായ കുഴിയിലേക്ക് ഞാൻ വീഴുകയാണ്. ആ അഗാധമായ കുഴിയിലേക്ക് ഞാൻ വീഴുമ്പോൾ ഞാനിങ്ങനെ നിലയില്ലാ കയത്തിൽ പോകുന്നത് പോലെ താഴേക്ക് പോവുകയാണ്. താഴേക്ക് പോകുമ്പോൾ ഒരു വെളുത്ത വസ്ത്രത്തിൽ നിന്നും ഒരു കരം വന്ന് എൻ്റെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉയർത്തി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാനൊരു വെള്ള വെട്ടം കണ്ടു ഡോക്ടറെ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ ഡോക്ടർ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് എൻ്റെ നെറുകന്തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞത്, നിങ്ങളുടെ ഗുരുദേവനാണ് വന്നതെന്നാണ്. നിങ്ങളുടെ ഗുരുദേവനാണ് വന്നതെന്നാണ്. ഇന്നും ഡോക്ടർ അവിടെയുണ്ട്. നല്ലത് ചെയ്യുമ്പോൾ ചിന്തിക്കുമ്പോൾ, ഭാവാർദ്രമാം വല്ലതും ഭാഷാ സായുജ്യത്തിൽ ഉജ്ജ്വലിക്കുമ്പോൾ എൻ കൺമുന്നിൽ കാണാറുണ്ട് ഞാൻ ധർമ്മത്തിൻ്റെ ചെങ്കോലേന്തിയ ആ 2ാം സുഗതൻ്റെ ആ തൃക്കൈ. ഞാൻ പറഞ്ഞതല്ല. ജ്ഞാനപീഠ പുരസ്കാരം നേടിയതിന് ശേഷം ആലുവ അദ്വൈതാശ്രമത്തിൽ ഗുരുവിനാൽ കൽക്കണ്ടവും മുന്തിരിങ്ങായും സ്വീകരിച്ച മഹാകവി ജി ശങ്കരക്കുറുപ്പ് ഗുരുവിനെക്കുറിച്ച് വാഴ്ത്തിയതാണ്. നല്ലത് ചെയ്യുമ്പോൾ ചിന്തിക്കുമ്പോൾ, ഭാവാർദ്രമാം വല്ലതും ഭാഷാ സായുജ്യത്തിൽ ഉജ്ജ്വലിക്കുമ്പോൾ എൻ കൺമുന്നിൽ കാണാറുണ്ട് ഞാൻ ധർമ്മത്തിൻ്റെ ചെങ്കോലേന്തിയ ആ 2ാം സുഗതൻ്റെ തൃക്കൈ. ബൈപ്പാസ് ചെയ്യാൻ മേലാതെ 4 സ്റ്റെൻറ്റുകൾ ഉള്ളിലിട്ടുകൊണ്ട് ഓർമ്മകൾ മുഴുവൻ നഷ്ടപ്പെടുമെന്ന് വൈദ്യശാസ്ത്രൻ 2023 ഒക്ടോബർ 19 വിധി എഴുതിയ രാജീവാണ് ഇപ്പോൾ ഈ 1.5 മണിക്കൂർ നിങ്ങളുടെ മുമ്പിൽ ഗുരുദേവ അനുഗ്രഹത്താൽ ഇവിടെ ജീവനോടെ നിന്ന് സംസാരിക്കുന്നത് എന്നുള്ളത് മാത്രം ഒരു സാക്ഷ്യമായി മഹാഗുരുവിനെ വിശ്വസിക്കുവാൻ, പരബ്രഹ്മ സ്വരൂപനായിട്ടുള്ള മഹാഗുരുവിനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിലച്ചുപോയ ഹൃദയത്തിന് തുടിപ്പുണ്ടാക്കുവാൻ സാധ്യമായിട്ടുള്ള മഹായോഗീശ്വരനാണ് ശ്രീ നാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ ഏർപ്പെടാം എന്ന് മാത്രം അതിൻ്റെ സാക്ഷിയായി നിന്നുകൊണ്ട്, നിങ്ങൾക്ക് സാക്ഷ്യപത്രമായി നിന്നുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് അത് പകർന്നു തരികയാണ്. വിശ്വസിക്കുക, ഭഗവത് തൃപ്പാദങ്ങളല്ലാതെ നമുക്ക് മറ്റൊരു ഈശ്വരനില്ല, ദൈവമില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി ഗുരുവിനെ ചേർത്ത് ഹൃദയങ്ങളിൽ പ്രതിഷ്ഠിക്കുക. ഇത്രയും സമയം എൻ്റെ ഒപ്പം വർത്തമാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് എന്നോടൊപ്പം സമയം ചെലവഴിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഗുരുവിൻ്റെ സർവ്വകടാക്ഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളിൽ നിന്നും സ്നേഹത്തോടുകൂടി ഞാൻ വിടകൊള്ളുകയാണ്. ശ്രീനാരായണ ധർമ്മത്തിൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും നിങ്ങളുടെ ജീവിത വിജയത്തിനും യശസ്സിനുമായിട്ടും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. നന്ദി, നമസ്തേ.